ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ESL സംഘത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. പൊന്നമ്മ ഹരേ മാതാജി. കൃഷ്ണ ചേച്ചി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പൊന്നമ്മ മാതാജി. ഹരേ കൃഷ്ണ ജയ് ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ രതി ദേവി മാതാജി. ഹരേ കൃഷ്ണ ഗീതാ മാതാജി. ഹരേ കൃഷ്ണ ഷിബി മാതാജി. ഹരേ കൃഷ്ണ രാധ മാതാജി. ഒരുപാട് നാളിന് ശേഷമാണ് മാതാജിയെ വീണ്ടും കാണുന്നത്. മാതാജിക്ക് എന്തായിരുന്നു, സുഖമില്ലായിരുന്നു? എന്താ പറ്റിയേ? ഉം. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ സതി മാതാജി. ഹരേ കൃഷ്ണ രാധിക മാതാജി. ഹരേ കൃഷ്ണ ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാധവി രാധ മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ 7 മണിക്ക് എന്ന് ഇറങ്ങും. 7 മണിക്ക് ഇറങ്ങും അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉം. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രശ്നോത്തരിയിലേക്ക് തന്നെ കടക്കാം. ആ, രാധിക മാതാജി ആ, ആദ്യത്തെ ആ ഒരു ഇതില്ല, എൻ്റെ പേരെന്താ, എന്താ നമ്മൾ എന്താ പറയുന്നത്? ആ മനസ്സിലായില്ല? ഗുരുപ്രണാമന്ത്രമൊക്കെ ഇല്ല, അജ്ഞാനതിമിരാന്തസ്യ, അതിന് പറയുന്ന പേരെന്താണ്? മംഗളാചരണം. 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 ഒന്ന്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनं कृष्णचैतन्यदेवं श्रीराधाकृष्णपादं ललितान्यदंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोऽस्तुते तप्त काञ्चन गौरांगी श्रीराधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो प्रभुनित्यानंद श्री अद्वैत गदाधर श्रीवासादि भक्तवृंद हरे कृष्ण कृष्ण जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि हरे कृष्णा हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्ण. ഹരേ കൃഷ്ണ. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് എന്താണെന്നുള്ള കാര്യം അല്ലേ? ഇന്ന് നമ്മൾ ഭഗവത്ഗീത പ്രശ്നോത്തരിയാണ്. പ്രശ്നോത്തരി 6ാമത്തെ സെക്ഷനാണ്, 6ാമത്തെ പ്രശ്നോത്തരിയാണ്. അപ്പം അതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തത് 1 തൊട്ട് 12 വരെയായിരുന്നു. ഇന്ന് നമ്മൾ 13 തൊട്ട് 21 വരെയാണ്. ഞാനത് അനൗൺസ് ചെയ്തിരുന്നു നേരത്തെ തന്നെ. അപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ റെസ്പോൺസസ് വന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു വലിയ കലവില പോലെ തോന്നി. കാര്യം എല്ലാവരോടും കൂടി ഒരുമിച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനെ നമ്മൾ ആ ഇൻഡിവിജ്വൽ ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ പൊതുവെ പബ്ലിക്കായിട്ട് ഒരാൾ കേൾക്കുമ്പോഴത്തേനും മൊത്തത്തിൽ എല്ലാവരോടും കൂടി ഒരുമിച്ച്, അപ്പോൾ ഓരോരുത്തരും ഞാൻ ഇങ്ങനെയാണ് ഉത്തരം എഴുതിയെന്ന് ഒരു ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഹാൻഡ് റൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കൈ പൊക്കി കാണിക്കുക, അപ്പം ഞാൻ വിളിക്കും. അതായിരിക്കും നല്ല. അല്ലെങ്കിൽ ഞാൻ അമ്പിയ മാതാജിക്ക് അർജേന്ദ്ര പ്രഭുവിന്റെ ക്ലാസ്സിൽ സംഭവിച്ച പോലെ പറയും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ അവർ വിളിക്കുമ്പം നമ്മൾ ആ ഒരു രീതിയിലുള്ള ആ ഒരു ഇത് പുലർത്തുക. നമ്മളൊരു അച്ചടക്ക ഡിസിപ്ലിൻ പുലർത്തുക. അത് ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ എല്ലാവരും കഴിവതും വീഡിയോ ഓൺ ചെയ്ത് വെക്കാൻ പറ്റുന്നവർക്ക് വീഡിയോ ഓൺ ചെയ്യുക. ഇന്ന് ഞാൻ ആ എക്സാമിനേഷന് മുന്നുള്ള ആ ഒരു 10 മിനിറ്റ് തരുന്നില്ല. കാര്യം ശ്രീരഞ്ജിനി മാതാജിക്കൊക്കെ പോകേണ്ടതാണ്. പിന്നെ എനിക്ക് അടുത്ത് വേറൊരു ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും സമയം കളയുന്നില്ല. കാര്യം 30 ചോദ്യമുണ്ട്.
അതുകൊണ്ട് എല്ലാം തന്നെ ഭാവാർത്ഥത്തിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ ഇതായതുകൊണ്ട് നിങ്ങൾ നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. അതുകൊണ്ട് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഹരേ കൃഷ്ണ. എല്ലാവരും റെഡി അല്ലേ? കാര്യം 5 മിനിറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ? ഇല്ല ഹരേ പ്രഭു, എല്ലാം ഒരുപോലെ ഉള്ളൂ. നോക്കിയാലും നോക്കി എഴുതണമെന്ന് കമ്പൽസറി ആണോ? കേട്ടാലും പോലെ. അടുത്ത ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഭഗവത്ഗീത പ്രശ്നോത്തരി, 6-ാമത്തെ പ്രശ്നോത്തരി, ചാപ്റ്റർ 2, ശ്ലോക 13 തൊട്ട് 21. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇപ്പം എല്ലാവരും ഇതൊക്കെ എടുത്തു വെച്ചോളൂ. എന്താ പറയുന്നത്, പേപ്പറൊക്കെ എടുത്തു വെച്ചോളൂ എഴുതാൻ തയ്യാറായിട്ട്. ആദ്യത്തെ ചോദ്യം, അത് പലപ്പോഴും നിങ്ങൾക്ക് സിമിലർ ആയിട്ട് തോന്നും, പക്ഷെ ഭാവാർത്ഥം വായിച്ചു വെച്ചിരിക്കുന്ന അതിലെ ആൻസർ തന്നെ പരമാവധി എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അടുത്തത്, ശരീരസ്ഥനായ ആത്മാവ് ഒന്നാമത്തെ ചോദ്യം, ശരീരസ്ഥനായ ആത്മാവ് മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് കടക്കുന്നു. ഈ പരിണാമത്തെപ്പറ്റി സംഭ്രമം ഉണ്ടാകാത്തത് ആർക്കാണ്? ഈ പരിണാമത്തെപ്പറ്റി സംഭ്രമം ഉണ്ടാകാത്തത് ആർക്കാണ്? എ ഗൃഹസ്ഥന്, ബി സമചിത്തന്, സി മായാവാദിക്ക്, ഡി ബ്രഹ്മവാദിക്ക്. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോണം. ശരീരസ്ഥനായ ആത്മാവ് മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് കടക്കുന്നു. ഈ പരിണാമത്തെക്കുറിച്ച് സംഭ്രമം ഉണ്ടാകാത്തത് ആർക്കാണ്? എ ഗൃഹസ്ഥന്, ബി സമചിത്തന്, സി മായാവാദിക്ക്, ഡി ബ്രഹ്മവാദിക്ക്. ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ കണ്ടെന്ന് വെച്ച് ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കരുത്. ഒറ്റവാക്കിലായിരിക്കും കൂടുതൽ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഭീഷ്മർക്കും ദ്രോണർക്കും അവർ മഹാന്മാരായതുകൊണ്ട് അടുത്ത ജന്മത്തിൽ എങ്ങനെയുള്ള ശരീരം ലഭിക്കും? എ ആത്മീയ ശരീരം, ബി ഭൗതിക ശരീരം, സി അതീന്ദ്രിയ ശരീരം, ഡി നിർവാണം. ഭീഷ്മർക്കും ദ്രോണർക്കും അവർ മഹാന്മാരായതുകൊണ്ട് അടുത്ത ജന്മത്തിൽ എങ്ങനെയുള്ള ശരീരം ലഭിക്കും? എ ആത്മീയ ശരീരം, ബി ഭൗതിക ശരീരം, സി അതീന്ദ്രിയ ശരീരം, ഡി നിർവാണം. മൂന്നാമത്തെ ചോദ്യം, ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ വ്യക്തിയെ എന്താണ് വിളിക്കുന്നത്? എ ധീരൻ, ബി സമചിത്തതയുള്ള ആൾ, സി ശരീര പരിണാമങ്ങളെപ്പറ്റി വ്യാമോഹമില്ലാത്തയാൾ, ഡി എല്ലാം ശരിയാണ്. ഒന്നുകൂടെ, ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ വ്യക്തിയെ എന്താണ് വിളിക്കുന്നത്? എ ധീരൻ, ബി സമചിത്തതയുള്ളയാൾ, സി ശരീര പരിണാമങ്ങളെപ്പറ്റി വ്യാമോഹമില്ലാത്തയാൾ, ഡി എല്ലാം ശരിയാണ്. നാലാമത്തെ ചോദ്യം, അത് ഓപ്ഷൻസ് ഇല്ല. എന്തുകൊണ്ടാണ് മായാവാദികളുടെ അദ്വൈത സിദ്ധാന്തം സ്വീകാര്യമല്ലാത്തത്? നാലാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് മായാവാദികളുടെ അദ്വൈത സിദ്ധാന്തം സ്വീകാര്യമല്ലാത്തത്? അഞ്ചാമത്തെ ചോദ്യം, സത്തയുടെ ശാശ്വതങ്ങളായ അംശങ്ങളെ എന്തു വിളിക്കുന്നു? പരമസത്തയുടെ
ശാശ്വതങ്ങളായ അംശങ്ങളെ എന്തു വിളിക്കുന്നു? ഒന്നുകൂടെ പറഞ്ഞേ. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മായാവാദികളുടെ അദ്വൈത സിദ്ധാന്തം സ്വീകാര്യമല്ലാത്തത്? അടുത്ത് 5, പരമസത്തയുടെ ശാശ്വതങ്ങളായ അംശങ്ങളെ എന്തു വിളിക്കുന്നു? ആറ്, എല്ലാ ശരീരത്തിലും കുടികൊള്ളുന്ന പരമാത്മാവിനെ ഏത് സിദ്ധാന്തം വഴി വിവരിക്കാം? എ ദ്വൈതം, ബി അദ്വൈതം, സി പ്രതിഫലന സിദ്ധാന്തം, ഡി നിർവാണം. ആറാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ശരീരത്തിലും കുടികൊള്ളുന്ന പരമാത്മാവിനെ ഏത് സിദ്ധാന്തം വഴി വിവരിക്കാം? എ ദ്വൈത സിദ്ധാന്തം, ബി അദ്വൈത സിദ്ധാന്തം, സി പ്രതിഫലന സിദ്ധാന്തം, ഡി നിർവാണം. ഏഴാമത്തേത്, വെള്ളത്തിൽ കാണുന്ന നീലാകാശത്തിന്റെ പ്രതിഫലനത്തിൽ ആത്മാവിനെയും പരമാത്മാവിനെയും എന്തായി ഉപമിക്കാം? വെള്ളത്തിൽ കാണുന്ന നീലാകാശത്തിന്റെ പ്രതിഫലനത്തിൽ ആത്മാവിനെയും പരമാത്മാവിനെയും എന്തായി ഉപമിക്കാം? എട്ടാമത്തേത്, എങ്ങനെയുള്ള ആൾക്കാണ് ആധികാരികമായ ഉപദേഷ്ടാവാകാനുള്ള അർഹത ഇല്ലാത്തത്? എങ്ങനെയുള്ള ആൾക്കാണ് ആധികാരികമായ ഉപദേഷ്ടാവാകാനുള്ള അർഹത ഇല്ലാത്തത്? എങ്ങനെയുള്ള ആൾക്കാണ് ആധികാരികമായ ഉപദേഷ്ടാവാകാനുള്ള അർഹത ഇല്ലാത്തത്? 9, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും എന്തിന്റെ ഗതിവിഗതികൾ പോലെയാണ്? ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും എന്തിന്റെ ഗതിവിഗതികൾ പോലെയാണ്? അടുത്ത് 10, ഒരാൾക്ക് എങ്ങനെയാണ് മായാബന്ധങ്ങളിൽ നിന്ന് മുക്തനാവാൻ സാധിക്കുന്നത്? ഒരാൾക്ക് എങ്ങനെയാണ് മായാബന്ധങ്ങളിൽ നിന്ന് മുക്തനാവാൻ സാധിക്കുന്നത്? ഇനി അടുത്തത് 11,
അർജുനന്റെ മഹനീയമായ പാരമ്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ അദ്ദേഹത്തെ വിളിച്ച രണ്ടു പേരുകൾ ഏതെല്ലാം? അർജുനന്റെ അതിന്റെ മഹനീയ എക്സ്പ്ലനേഷൻ അതിന്റെ എക്സ്പ്ലനേഷനും എഴുതണോ? ഇല്ല വേണ്ട വേണ്ട, ആ രണ്ടു പേരുകൾ മാത്രം. അർജുനന്റെ മഹനീയമായ പാരമ്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ അദ്ദേഹത്തെ വിളിച്ച രണ്ടു പേരുകൾ. അടുത്തത് 12. നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനായ വ്യക്തി ആരാണ്? നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനായ വ്യക്തി ആരാണ്? പതിമൂന്ന്. ജീവിതത്തിന് പരിപൂർണത വരുത്തണമെന്ന് കാര്യമായി ആഗ്രഹിക്കുന്നവർ ആ ക്ലേശങ്ങളെ വകവയ്ക്കാതെ ഏത് ആശ്രമം സ്വീകരിക്കും? ജീവിതത്തിന് പരിപൂർണത വരുത്തണമെന്ന് കാര്യമായി ആഗ്രഹിക്കുന്നവർ ആ ക്ലേശങ്ങളെ വകവയ്ക്കാതെ ഏത് ആശ്രമം സ്വീകരിക്കും? എ ബ്രഹ്മചര്യ, ബി ഗൃഹസ്ഥ, സി വാനപ്രസ്ഥ, ഡി സന്യാസ. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കുന്നു. ജീവിതത്തിന് പരിപൂർണത വരുത്തണമെന്ന് കാര്യമായി ആഗ്രഹിക്കുന്നവർ ആ ക്ലേശങ്ങളെ വകവയ്ക്കാതെ ഏത് ആശ്രമം സ്വീകരിക്കും? എ ബ്രഹ്മചര്യ, ബി ഗൃഹസ്ഥ, സി വാനപ്രസ്ഥ, ഡി സന്യാസ. ഇതിലേത് ആശ്രമമാണ് സ്വീകരിക്കുന്നത്? ഇനി അടുത്തത് 14. ഭഗവത്ഗീത 2:16 അനുസരിച്ച് തത്വദർശികൾ എന്ത് കണ്ടറിഞ്ഞവരാണ്? ഭഗവത്ഗീത 2:16 അനുസരിച്ച് തത്വദർശികൾ എന്ത് കണ്ട് അറിഞ്ഞവരാണ്? അടുത്തത് 15. വിഷ്ണുവിനും അദ്ദേഹത്തിന്റെ വാസസ്ഥാനങ്ങൾക്കും ആധ്യാത്മിക സ്ഥിതിവിശേഷം ഉണ്ടെന്ന് ഏത് ഗ്രന്ഥം പറയുന്നു? എ അഗ്നിപുരാണം, ബി സ്കന്ദപുരാണം, സി ബ്രഹ്മസംഹിത, ഡി വിഷ്ണുപുരാണം. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കുന്നു. വിഷ്ണുവിനും അദ്ദേഹത്തിന്റെ വാസസ്ഥാനങ്ങൾക്കും ആധ്യാത്മിക സ്ഥിതിവിശേഷം ഉണ്ടെന്ന് ഏത് ഗ്രന്ഥം പറയുന്നു? എ അഗ്നിപുരാണം, ബി സ്കന്ദപുരാണം, സി ബ്രഹ്മസംഹിത, ഡി വിഷ്ണുപുരാണം. പതിനാറാമത്തെ ചോദ്യം. തന്നെക്കുറിച്ച് നികൃഷ്ടമായി പഠിക്കുന്നയാൾ തനിക്കും സർവേശ്വരൻ കൃഷ്ണനും തമ്മിലുള്ള ഒന്നുകൂടെ തന്നെക്കുറിച്ച് നിഷ്കൃഷ്ടമായി പഠിക്കുന്നയാൾ തനിക്കും സർവേശ്വരൻ കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് അറിയുമ്പോഴാണ് ഭഗവാന്റെ പരമോന്നത അവസ്ഥ മനസ്സിലാക്കുന്നത്. ഒന്നുകൂടെ തന്നെക്കുറിച്ച് നിഷ്കൃഷ്ടമായി പഠിക്കുന്നയാൾ തനിക്കും സർവേശ്വരൻ കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് അറിയുമ്പോഴാണ്
ഭഗവാന്റെ പരമോന്നതാവസ്ഥ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് അറിയുമ്പോൾ? അതാണ് ചോദ്യം. ഒന്നുകൂടെ, തന്നെക്കുറിച്ച് നിഷ്കൃഷ്ടമായി പഠിക്കുന്നയാൾ തനിക്കും സർവേശ്വരൻ കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് അറിയുമ്പോഴാണ് ഭഗവാന്റെ പരമോന്നത അവസ്ഥ മനസ്സിലാക്കുന്നത്. അടുത്തത് 17. പ്രാദുർഭാവങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പ്രാദുർഭാവങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പതിനെട്ട്. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്നത് എന്താണ്? ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്നത് എന്താണ്? പത്തൊൻപത്. എന്തിന്റെ സാന്നിധ്യത്തിന് തെളിവാണ് വ്യക്തിപരമായ അവബോധം? എന്തിന്റെ സാന്നിധ്യത്തിന്റെ തെളിവാണ് വ്യക്തിപരമായ അവബോധം? അടുത്തത് 20-ാമത്തെ ചോദ്യം. ആത്മാവിന് ഒരു തലമുടി നാരിന്റെ അഗ്രത്തിന്റെ 10,000-ൽ ഒരു അംശം മാത്രമേ ഉള്ളൂ എന്ന് ഏത് ഗ്രന്ഥം പറയുന്നു? ആത്മാവിന് ഒരു തലമുടി നാരിന്റെ അഗ്രത്തിന്റെ 10,000-ൽ ഒരു അംശം മാത്രമേ ഉള്ളൂ എന്ന് ഏത് ഗ്രന്ഥം പറയുന്നു? എ. ഈശോപനിഷത്ത്, ബി. ശ്വേതോശ്വരോപനിഷത്ത്, സി. മാർക്കണ്ഡേയ പുരാണം, ഡി. ശ്രീമദ് ഭാഗവതം. ആത്മാവിന് ഒരു തലമുടി നാരിന്റെ അഗ്രത്തിന്റെ 10,000-ൽ ഒരു അംശം മാത്രമേ ഉള്ളൂ എന്ന് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാണ്? എ. ഈശോപനിഷത്ത്, ബി. ശ്വേതോശ്വരോപനിഷത്ത്, സി. മാർക്കണ്ഡേയ പുരാണം, ഡി. ശ്രീമദ് ഭാഗവതം. ഇരുപത്തിയൊന്ന്. പഞ്ചപ്രാണൻ ഏതെല്ലാം? പഞ്ചപ്രാണൻ ഏതെല്ലാം? ഇരുപത്തിരണ്ട്. വിശുദ്ധമായ ജീവാത്മാവിനെ ആവരണം ചെയ്ത് ചലിക്കുന്ന ഈ വായു പഞ്ചകത്തെ വ്യത്യസ്തങ്ങളായ ആസനമുറകളാൽ നിയന്ത്രിക്കലാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം. ആ യോഗം ഏതാണ്? എ. അഷ്ടാംഗയോഗം, ബി. ഹഠയോഗം, സി. വിന്യാസയോഗം, ഡി. കുണ്ടലിനി യോഗം. ഒന്നുകൂടെ, വിശുദ്ധമായ ജീവാത്മാവിനെ ആവരണം ചെയ്ത് ചലിക്കുന്ന ഈ വായു പഞ്ചകത്തെ വ്യത്യസ്തങ്ങളായ ആസനമുറകളാൽ നിയന്ത്രിക്കലാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം. അതേത് യോഗമാണ്? എ. അഷ്ടാംഗയോഗം, ബി. ഹഠയോഗം, സി. വിന്യാസയോഗം, ഡി. കുണ്ടലിനി യോഗം.
അടുത്തത് 23. അണുമാത്രനായ ആത്മാവ് എല്ലാ ജീവികളുടെയും ഹൃദയത്തിലാണ് വാഴുന്നത് എന്ന് ഏത് ഉപനിഷത്തിലാണ് പറയുന്നത്? അണുമാത്രനായ ആത്മാവ് എല്ലാ ജീവികളുടെയും ഹൃദയത്തിലാണ് വാഴുന്നത് എന്ന് ഏത് ഉപനിഷത്തിലാണ് പറയുന്നത്? എ മുണ്ടകോപനിഷത്ത്, ബി കഠോപനിഷത്ത്, സി ഈശോപനിഷത്ത്, ഡി ബൃഹത് നാരദീയ പുരാണം. അണുമാത്രനായ ജീവാത്മാവ് എല്ലാ ജീവികളുടെയും ഹൃദയത്തിലാണ് വസിക്കുന്നതെന്ന് ഏത് ഗ്രന്ഥമാണ് പറയുന്നത്? എ മുണ്ടകോപനിഷത്ത്, ബി കഠോപനിഷത്ത്, സി ഈശോപനിഷത്ത്, ഡി ബൃഹത് നാരദീയ പുരാണം. ഇരുപത്തിനാല്. ആത്മാവിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? ആത്മാവിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ഏതാണ്? ആത്മാവിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? അടുത്ത് 25. ഓരോ ജീവാത്മാവിന്റെയും അവബോധം എന്തിനു വിധേയമാണ്? ഓരോ ജീവാത്മാവിന്റെയും അവബോധം എന്തിനു വിധേയമാണ്? ഇരുപത്തിയാറ്. ആത്മാവ് ഉദ്ബുദ്ധനാവുന്നത് എങ്ങനെ? ആത്മാവ് ഉദ്ബുദ്ധനാകുന്നത് എങ്ങനെ? ഉദ്ബുദ്ധൻ പറഞ്ഞ എന്താ അർത്ഥം പ്രഭു? ഉദ്ധരിക്കുകയല്ല, ആ ഒരു ഇത്. ഒരാത്മാവിനെ ഉദ്ബുദ്ധനാക്കുന്നത് എങ്ങനെ? അതിന്റെ പരമശ്രേഷ്ഠയിലാക്കുന്നത് എങ്ങനെ? ഉയർച്ചയിലേക്ക് എത്തിക്കുന്നത് എങ്ങനെ? ഇരുപത്തിയേഴ്. ആത്മാക്കൾ രണ്ടു വിധം, അവ ഏതെല്ലാം? അതിൽ മഹത്തായതേത്? ഏത് ഗ്രന്ഥത്തിലാണ് ഇത് പറയുന്നത്? ആത്മാക്കൾ രണ്ടു വിധം, അവ ഏതെല്ലാം? അതിൽ മഹത്തായതേത്? ഏത് ഗ്രന്ഥത്തിലാണ് ഇത് പറയുന്നത്? അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ തന്നെ രണ്ട് മൂന്ന് ഇതാണ്. ആത്മാക്കൾ രണ്ടു വിധം, അവ ഏതെല്ലാം? അതിൽ മഹത്തായതേത്? ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത്? അപ്പൊ മൂന്ന് ഉത്തരങ്ങളുണ്ട്. ഇരുപത്തി എട്ട്. എങ്ങനെയുള്ള ആൾക്കാണ് ആരെയെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ കഴിയാത്തത് എന്ന് ഭഗവത്ഗീത പറയുന്നത്? എങ്ങനെയുള്ള ആൾക്കാണ് ആരെയെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ കഴിയാത്തത് എന്ന് ഭഗവത്ഗീത പറയുന്നത്? ഇരുപത്തി ഒൻപത്.
മനു സംഹിത അനുസരിച്ച് ഒരു ഘാതകനെ മരണശിക്ഷയ്ക്ക് വിധിക്കാനുള്ള കാര്യം പിന്താങ്ങുന്നു. എന്തുകൊണ്ട്? മനു സംഹിത അനുസരിച്ച് ഒരു ഘാതകനെ മരണശിക്ഷയ്ക്ക് വിധിക്കാനുള്ള കാര്യം പിന്താങ്ങുന്നു. എന്തുകൊണ്ട്? അടുത്തത് 30-ാമത്തെ ചോദ്യം. എങ്ങനെയുള്ള യുദ്ധത്തിന് പാപഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല? എങ്ങനെയുള്ള യുദ്ധത്തിന് പാപഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല? അവസാനത്തെ ചോദ്യമാണ്. എങ്ങനെയുള്ള യുദ്ധത്തിന് പാപഫലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല? അപ്പൊ നമ്മളുടെ ചോദ്യം അവസാനിച്ചു. എല്ലാവരും എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഗോപകുമാർ പ്രഭു. പിന്നെ ഇതിനിടയ്ക്ക് മറ്റേടത്ത് 6:30 എന്ന് പറഞ്ഞിട്ട് അവിടെയും കൂടെ പോയി കുറച്ചേരം നോക്കിയിരുന്നു. പക്ഷെ അത് ഇവിടുത്തെ 6 പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചു. ആ അപ്പൊ അവിടുത്തെ 6:30 ഇവിടുത്തെ 6:30 പറഞ്ഞു. ഖത്തർ ടൈമാണ്. അതെ. ആ അതെ. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ച സബിതാ മാതാജിയുടെ ഒക്കെ പറഞ്ഞു, ഒന്നുകിൽ ഇവിടെ കയറാം അവിടെ കയറാം, രണ്ടും കയറാൻ സമയമുണ്ട്, കയറിക്കോ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആ പറഞ്ഞിരുന്നു. അല്ല അതും ഇങ്ങോട്ടാ കയറിയത്. ഇങ്ങോട്ട് കയറി ആ, കഴിഞ്ഞാൽ അപ്പൊ പക്ഷെ 5 മിനിറ്റ് അന്നേരം പക്ഷെ പ്രഭു മസ്റ്റായിട്ടും കയറി. അതിൽ കയറണം, ഇതിൽ കയറിയില്ലെങ്കിലും അതിൽ കയറണം, ഗുരുപ്രഭുവാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അല്ല അത് കുഴപ്പമില്ല. അതിപ്പോ അല്ല, അപ്പൊ അങ്ങനെ അത് പറഞ്ഞിരുന്നു. സമയമുണ്ടല്ലോ. സമയമുണ്ട്, 6:30-ക്കാണ്, ഇനിയുണ്ട് സമയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് അപ്പൊ ഉത്തരത്തിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ടോ? 50%-ന് മേളിൽ ശരിയാക്കുമെന്നുള്ള ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഞാൻ അംബിക മാതാജിയെ പോലെ ഓവർ കോൺഫിഡൻസ് ഉള്ള എത്ര പേരുണ്ട്? 50% മേളിൽ ശരിയാക്കുമെന്ന്. കേട്ടോ, എനിക്കൊന്നും എഴുതാൻ പറ്റില്ല ഇതിനിടയ്ക്ക് മനസ്സിലാക്കി. ഹരേ കൃഷ്ണ. ഉണ്ണികൃഷ്ണൻ കൂടെ ഉണ്ടല്ലേ? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ഉണ്ണി കൂടെ ഉള്ളപ്പോ എഴുതാൻ നല്ല സുഖമായിരിക്കും അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം കേട്ടിട്ടില്ല, എഴുതിയിട്ടില്ല, കൊറേ നെറ്റ് പോയി. അതെയോ? സാറേൽ നമുക്ക് നോക്കാം, ഒന്ന് നന്നായിട്ട് നോക്കാം. ഇനി ഉത്തരങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം, ഞാൻ ചോദ്യം വായിക്കാം. അപ്പൊ അതില് ശരിയായ ഉത്തരം ചിലതിന് മാത്രമേ ഓപ്ഷൻസ് ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഒറ്റവാക്കിൽ എഴുതുന്നതാണ്. അപ്പൊ അതിന് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് അത് എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് പറയാതെ ഓരോരുത്തരായിട്ട് ചോദിക്കാം. ഒരുമിച്ച് പറയാം. ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളൊന്ന് നിർത്തുക, ഒരു സമാധാനം കൊടുക്കുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എല്ലാവരും കൂടെ വിളിച്ച് ഒച്ച ബഹളം വെക്കരുത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കാണ്. ഞാൻ ചോദ്യം വായിക്കും. ഒന്നാമത്തെ ചോദ്യം. ശരീരസ്ഥനായ ആത്മാവ് മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് കടക്കുന്നു. ഈ പരിണാമത്തെപ്പറ്റി സംഭ്രമം ഉണ്ടാകാത്തത് ആർക്കാണ്? എ ഗ്രഹസ്ഥന്, ബി സമചിത്തന്, സി മായാവാദിക്ക്, ഡി ബ്രഹ്മവാദിക്ക്. അപ്പം ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സമചിത്തന്. സമചിത്തൻ. ഇതെല്ലാവർക്കും ശരിയായി കാണുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. രണ്ടാമത്തേത്, ഭീഷ്മർക്കും ദ്രോണർക്കും അവർ മഹാന്മാരായതുകൊണ്ട് അടുത്ത ജന്മത്തിൽ എങ്ങനെയുള്ള ശരീരം ലഭിക്കും? എ ആത്മീയ ശരീരം, ബി ഭൗതിക ശരീരം, സി അതീന്ദ്രിയ ശരീരം, ഡി നിർവാണം. അപ്പൊ എ ആത്മീയ ശരീരം. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ വ്യക്തി എന്താണ് വിളിക്കുന്നത്? എ ധീരൻ, ബി സമചിത്തതയുള്ള ആള്, സി മാതാജി പതുക്കെ ഉത്തരം വിളിച്ച് പറയാം. ഞാൻ അവസാനം ഉത്തരം പറയാം, അല്ലെങ്കിൽ ഭയങ്കര ബഹളമായി പോകും. അതുകൊണ്ടാണ്. എ ധീരൻ, ബി സമചിത്തതയുള്ള ആൾ, സി ശരീര പരിണാമങ്ങളെ പറ്റി വ്യാമോഹമില്ലാത്തയാൾ,
ഡി എല്ലാം ശരിയാണ്. അപ്പം ഇതെല്ലാം ശരിയാണ്. അതുകൊണ്ട് ഉത്തരം ഡി. ഡി ആണ്. ഡി ആണ്. അടുത്തത് പ്രഭു, നാലാമത്തെ ചോദ്യം. ധീരൻ എന്നത് ശരിയല്ലേ പ്രഭു? ഏ ശരിയല്ലേ? ധീരനാണ് ധീരൻ ബുക്കില് അത് ശരിയല്ലയോ? ധീരനാണ് ബുക്കില് ധീരൻ എന്നുള്ള ധീരൻ. ശരിയാണ്. പക്ഷെ 4-3 ശരിയാണ് മാതാജി. അപ്പൊ എല്ലാം പക്ഷെ ആണോ? ശരിയാണെന്നുള്ളതാണ്. ബുക്കില് ശരിയായിരുന്നു. ധീരൻ അങ്ങനാണോ? ബുക്കില് ഇത് ധീരൻ ധീരനാ ബുക്കില് എവിടെ ധീരൻ കിടക്കുന്നു? അതെയോ? ആ അതെ, ബാബാപേപ്പർ ധീരനാണ്. അല്ലല്ല, ബുക്കില് തീരെന്നല്ല, എല്ലാം ഉണ്ട്, എല്ലാം എല്ലാം ഉണ്ട്. ശരിയാണെന്നുള്ളതാണ്. ഞാൻ എല്ലാം ബുക്കിൽ ഉണ്ട്. നോക്കി തന്നെ എഴുതിയത്. എല്ലാം ഉണ്ട്. ധീരനാണ് ബുക്കില് ആ വാക്ക് ധീരൻ കൊടുത്തിട്ടുണ്ട്. ധീരൻ എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട് ബുക്കില്. ഇല്ല, അല്ല, വാക്ക് അതുണ്ട്. അത് കൊടുത്ത മാതാജി നോക്കുന്ന മിസ്റ്റേക്ക് ശ്ലോകം വായിക്കൂ. വേറെ ആയിരിക്കും. എല്ലാം ഉണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ടെന്നേ. 13 ഞാനത് നോക്കിയല്ലേ എഴുതിയത്. 13-ാമത്തെ ശ്ലോകത്തിലാണ് അത് പ്രഭു. മാതാജി ഒന്നുകൂടെ വായിച്ചു നോക്കൂ. നമുക്ക് സമയം ഇത് ചെയ്യണ്ട. മാതാജി, അല്ലെങ്കിൽ ഞാനത് നാളെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. അടുത്ത 4-ാമത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് മായാവാദികളുടെ അദ്വൈത സിദ്ധാന്തം സ്വീകാര്യമല്ലാത്തത്? അതല്ല, ഞാൻ അതൊന്ന് പറയാം. ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ വ്യക്തിയെ ധീരൻ അഥവാ സമചിത്തയുള്ള ആൾ എന്ന് പറയാം. അദ്ദേഹം ബാക്കിയുടെ വായിച്ചു നോക്കി. അദ്ദേഹം അങ്ങനെയുള്ള ഒരാൾക്ക് ശരീര പരിണാമങ്ങളെ പറ്റി വ്യാമോഹമില്ല. ആ അത് തന്നെയാണ്. അതുകൊണ്ടിവിടെ കൂടി ഞാൻ എഴുതിയത്. ധീരൻ അഥവാ സമചിത്തതയുള്ള ആൾ. അപ്പൊ ആ രണ്ടും വന്നു. അത് കഴിഞ്ഞ് അങ്ങനെയുള്ള ആൾക്ക് ശരീര പരിണാമങ്ങളെ പറ്റി വ്യാമോഹമില്ല. അതൊരു കുട്ടിയാണ് ഞാൻ എഴുതിയത് ഒരുമിച്ച്. അതാണ്. മാതാജി എന്താ എഴുതിയോ? ഫുൾ മാർക്ക് കിട്ടോ? ഞാൻ കുഴപ്പമില്ല. ധീരൻ എന്നാണ് എഴുതിയത് പ്രഭു. ഞാൻ കുഴപ്പമില്ല മാതാജി. ശരി. 4-ാമത്തെ ചോദ്യം. അതെയോ? കുഴപ്പമില്ല. 4-ാമത്തേത്. എന്തുകൊണ്ടാണ് മായാവാദികളുടെ അദ്വൈത സിദ്ധാന്തം സ്വീകാര്യമല്ലാത്തത്? എന്തുകൊണ്ടാണ് മായാവാദികളുടെ അദ്വൈത സിദ്ധാന്തം സ്വീകാര്യമല്ലാത്തത്? ജീവാത്മാവിനെ തുണ്ടുകളാക്കി വിഭജിക്കാൻ സാധ്യമല്ല എന്ന കാരണത്താൽ. ജീവാത്മാവിനെ അവര് തുണ്ടുകളായിട്ട് വിഭജിക്കാൻ സാധിക്കും എന്നാണ്, അല്ല സാധ്യമല്ല എന്ന കാരണത്താലാണ് മായാവാദികളുടെ അദ്വൈത സിദ്ധാന്തത്തെ സാധൂകരിക്കാത്തത്. നമ്മൾ ഒരുപാട് തവണ അദ്വൈത സിദ്ധാന്തം അവരതും പറയുന്നുണ്ട് പ്രഭു. പരമാത്മാവും ജീവാത്മാവും ഒന്നാണെന്ന് അതും പറയില്ലേ? അതും പറയാറുണ്ട്. അതും ശരിയാണോ? അപ്പൊ അതും എഴുതിക്കോ. പ്രഭു, ഞാൻ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് എഴുതിയിട്ടേക്കുന്നു. ഒന്നാണെന്ന് കരുതുന്നത് കൊണ്ട് അദ്വൈത സിദ്ധാന്തം സ്വീകാര്യമല്ല. ജീവാത്മാവ്, പരമാത്മാവ് അതുപോലെ തന്നെ ഇതാണ്. അതായത് ജീവാത്മാവിനെ ഇങ്ങനെ തുണ്ടുകളായി വിഭജിക്കാൻ സാധ്യമല്ല എന്ന കാരണത്താൽ. അത് നമ്മൾ ഭഗവത്ഗീത അനുസരിച്ചിട്ട് പറയുന്നുണ്ടല്ലോ അല്ലേ? ജീവാത്മാവിനെ നമ്മൾ ആയുധങ്ങൾ കൊണ്ടോ ഒന്നും മുറിക്കാൻ സാധ്യമല്ല എന്ന്. അപ്പൊ അദ്വൈത സിദ്ധാന്തത്തിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി അടുത്ത 5-ാമത്തെ ചോദ്യം. പരമസത്തയുടെ ശാശ്വതങ്ങളായ അംശങ്ങളെ എന്ത് വിളിക്കുന്നു? ക്ഷരങ്ങൾ. പരമസത്തയുടെ ശാശ്വതങ്ങളായ അംശങ്ങളെ എന്ത് വിളിക്കുന്നു? ക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നു. ശരങ്ങൾ. അടുത്ത 6-ാമത്തേത്. എല്ലാ ശരീരത്തിലും കുടികൊള്ളുന്ന പരമാത്മാവിനെ ഏത് സിദ്ധാന്തം വഴി വിവരിക്കാം? എ ദ്വൈതം, ബി അദ്വൈതം, സി പ്രതിഫലന സിദ്ധാന്തം, ഡി നിർവാണം. 6-ാമത്തേത് സി പ്രതിഫലന സിദ്ധാന്തം. പ്രതിഫലന സിദ്ധാന്തം. എല്ലാ ശരീരത്തിലും കുടികൊള്ളുന്ന പരമാത്മാവിനെ പ്രതിഫലന സിദ്ധാന്തം വഴിയാണ്. ഉത്തരം സി. 7. വെള്ളത്തിൽ കാണുന്ന നീലാകാശത്തിന്റെ പ്രതിഫലനത്തിൽ ആത്മാവിനെയും പരമാത്മാവിനെയും എന്തായി ഉപമിക്കാം? നക്ഷത്രങ്ങൾ ജീവാത്മാവും, സൂര്യചന്ദ്രന്മാർ പരമാത്മാവും. നക്ഷത്രങ്ങളെ ജീവാത്മാവും സൂര്യചന്ദ്രന്മാരെ പരമാത്മാവുമായിട്ട് ഉപമിക്കാം. നമ്മളൊരു വെള്ളത്തിൽ ഇങ്ങനെ പ്രതിഫലനങ്ങൾ, ആകാശത്തിന്റെ പ്രതിഫലനം കാണുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള നക്ഷത്രങ്ങളൊക്കെ ജീവാത്മാവും, നല്ല വലിപ്പമുള്ള സൂര്യചന്ദ്രന്മാരെ എന്താണ്? പരമാത്മാവായിട്ടും ഉപമിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. 8-ാമത്തേത്. എങ്ങനെയുള്ള ആൾക്കാണ് ആധികാരികമായ ഉപദേഷ്ടാവാകാനുള്ള അർഹതയില്ലാത്തത്? എങ്ങനെയുള്ള ആൾക്കാണ് ആധികാരികമായ ഉപദേഷ്ടാവാകാനുള്ള അർഹതയില്ലാത്തത്?
8 മായാബദ്ധനായ ആൾക്ക്. മായാബദ്ധനായ ആൾക്കാണ് ആധികാരികമായി ഉപദേഷ്ടാവാകാനുള്ള അർഹതയില്ലാത്തത്. അടുത്തത് 9 ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും എന്തിന്റെ ഗതിവിഗതികൾ പോലെയാണ്? മഞ്ഞുകാലത്തിന്റെയും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും. മഴക്കാലം അത് എന്നാലും കുഴപ്പമില്ല. മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയാണ്. അടുത്തത് 10 ഒരാൾക്ക് എങ്ങനെയാണ് മായാബന്ധങ്ങളിൽ നിന്ന് മുക്തനാവാൻ സാധിക്കുന്നത്? ഒരാൾക്ക് എങ്ങനെയാണ് മായാബന്ധങ്ങളിൽ നിന്ന് മുക്തനാകാൻ സാധിക്കുന്നത്? 10 ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും. ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും. അടുത്തത് 11 അർജുനന്റെ മഹനീയമായ പാരമ്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ അദ്ദേഹത്തെ വിളിച്ച 2 പേരുകൾ. അതെല്ലാവർക്കും അറിയാം. കൗന്ദേയ, ഭാരത. ഈ 2 പേരുകൾ ഒരേ ശ്ലോകത്തിൽ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അടുത്തത് 12 നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനായ വ്യക്തി ആരാണ്? നിഗ്രഹം നടത്തിയ ആൾ. സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാവാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി. സുഖദുഃഖങ്ങളിൽ ഒരിക്കലും അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തിയാണ്. ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇന്ദ്രിയ നിഗ്രഹത്താൽ ഇന്ദ്രിയ നിഗ്രഹണം നടത്തിയ ആൾ, ഇന്ദ്രിയ നിയന്ത്രണം നടത്തിയ ആൾ. അങ്ങനെ പറഞ്ഞാൽ അത്രയ്ക്ക് ശരിയാകില്ല മാതാജി. 13 ജീവിതത്തിന് പരിപൂർണത വരുത്തണമെന്ന് കാര്യമായി ആഗ്രഹിക്കുന്നവർ ആ ക്ലേശങ്ങളെ വകവെക്കാതെ ഏത് ആശ്രമം സ്വീകരിക്കും? എ ബ്രഹ്മചര്യ, ബി ഗൃഹസ്ഥ, സി വാനപ്രസ്ഥ, ഡി സന്യാസ. ഡി സന്യാസ. സന്യാസാശ്രമമാണ് സ്വീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടല്ലേ ചൈതന്യ മഹാപ്രഭു സന്യാസാശ്രമം സ്വീകരിച്ച കാര്യം നമ്മൾ അതിനകത്ത് പറയുന്നത്. 21-ാമത്തെ വയസ്സിൽ സന്യാസാശ്രമം സ്വീകരിച്ചു. അതെ. 14 ചോദ്യം ഭഗവത്ഗീത 2:16 അനുസരിച്ച് തത്വദർശികൾ എന്ത് കണ്ടറിഞ്ഞവരാണ്? ഭൗതിക ശരീരം നിലനിൽപ്പില്ല. ഇല്ലാത്തതായ ഒന്നിന് അല്ലെങ്കിൽ ഭൗതിക ശരീരത്തിന് നിലനിൽപ്പില്ല. സനാതനമായ ആത്മാവിന് നാശവും. എന്താ ആ ശ്ലോകം എങ്ങനെയാണ് പറയുന്നത്? കഥാബി എന്ന് പറഞ്ഞിട്ടല്ലേ നാ ജായതോ. എനിക്ക് കിട്ടുന്നില്ല ശ്ലോകം. അതായത് ഇല്ലാത്തതായ ഒന്നിന് നിലനിൽപ്പില്ല, സനാതനമായ ഒന്നിന് നാശവുമില്ല. അതാണ് ആ ശ്ലോകം പറയുന്നത്. 14. ഇനി അടുത്തത് വിഷ്ണുവിനും അദ്ദേഹത്തിന്റെ വാസസ്ഥാനങ്ങൾക്കും ആധ്യാത്മിക സ്ഥിതിവിശേഷം ഉണ്ടെന്ന് ഏത് ഗ്രന്ഥം പറയുന്നു? എ അഗ്നിപുരാണം, ബി സ്കന്ദപുരാണം, സി ബ്രഹ്മസംഹിത, ഡി വിഷ്ണുപുരാണം. വിഷ്ണുപുരാണമല്ലേ? അതെ, ഡി വിഷ്ണുപുരാണം. ഡി വിഷ്ണുപുരാണം. 16 തന്നെക്കുറിച്ച് നികൃഷ്ടമായി പഠിക്കുന്നയാൾ തനിക്കും സർവേശ്വരൻ കൃഷ്ണൻ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് അറിയുമ്പോഴാണ് ഭഗവാന്റെ പരമോന്നതാവസ്ഥ മനസ്സിലാക്കുന്നത്. പൂർണ്ണത്തിനും അംശത്തിനുമുള്ള അന്യോന്യ ബന്ധം മനസ്സിലാക്കുമ്പോഴാണ് പരമോന്നതാവസ്ഥ. പൂർണ്ണത്തിനും അംശത്തിനും ഉള്ള അന്യോന്യ ബന്ധം, പരസ്പര ബന്ധം. പൂർണ്ണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ. കുഴപ്പമില്ല. അവ തമ്മിലുള്ള അന്യോന്യ ബന്ധം. ഞാൻ ആരാഞ്ഞും ഭഗവാൻ ആരാഞ്ഞും മനസ്സിലാക്കി ഞങ്ങൾ അവര് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി. എന്നാലും കുഴപ്പമില്ല മാതാജി. പൂർണ്ണം ഭഗവാനും അംശം നമ്മളും. പരമാത്മാവായ ഭഗവാന്റെ അംശം ജീവാത്മാവിനോടൊപ്പം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ചെയ്താലോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അന്യോന്യ ബന്ധം, പരസ്പര ബന്ധം മനസ്സിലാക്കണം. ഇപ്പൊ ജീവാത്മാവ് പരമാത്മാവ് പരസ്പര ബന്ധമെന്നോ പൂർണ്ണ അംശത്തിന്റെ പരസ്പര ബന്ധമെന്നോ അല്ലെങ്കിൽ മറ്റേ മാതാജി പറഞ്ഞ പോലെ അതല്ല. അണുവിനും വിഭുവിനും തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കുകയാണെങ്കിലും ഒത്തേനെ. ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രമായില്ല. അടുത്തത്
17 പ്രാദുർഭാവങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉത്തമ അധമ പ്രകൃതികളായിട്ടാണ് അറിയപ്പെടുന്നത് പ്രാദുർഭാവങ്ങൾ. ഉത്തമ പ്രകൃതി ഏതാണ്? ഭഗവാന്റെ അന്തരംഗ ശക്തിയും. അധമ പ്രകൃതി ഭഗവാന്റെ ബഹിരംഗ ശക്തിയും. ഇനി അടുത്ത 18 ശരീരത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്നത് എന്താണ്? ജീവാത്മാവിന്റെ ചൈതന്യം. ബോധം അഥവാ പ്രജ്ഞ. ബോധം അഥവാ പ്രജ്ഞയാണ് ശരീരത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്നത്. ജീവാത്മാവിന്റെ ചൈതന്യം ശരിയല്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതൊരു ബോധമാണ്, അല്ലെങ്കിൽ അതൊരു പ്രജ്ഞയായിട്ട് വരും. ഈ ജീവാത്മാവ് ഉള്ളത് കൊണ്ടാണ് ആ പ്രജ്ഞയുള്ളത്. ആ ജീവാത്മാവ് ഇല്ലെങ്കിൽ ആ പ്രജ്ഞ അങ്ങ് പോയി. പ്രഭു, ഞാൻ ജീവാംശങ്ങൾ എന്ന് എഴുതി, അത് തെറ്റല്ലേ പ്രഭു? അതെ, തെറ്റാണ്. ജീവാംശം തെറ്റാണ്. ഇനി അടുത്തത് 19 എന്തിന്റെ സാന്നിധ്യത്തിന്റെ തെളിവാണ് വ്യക്തിപരമായ അവബോധം? എന്തിന്റെ സാന്നിധ്യത്തിന് തെളിവാണ്? ആത്മാവിന്റെ സാന്നിധ്യത്തിന് തെളിവാണ്. ആത്മാവിന്റെ. ശരിയായിട്ടുള്ള ഉത്തരാണ് ആത്മാവ്. അടുത്തത് 20 ആത്മാവിന് ഒരു തലമുടി നാരിന്റെ അഗ്രത്തിന്റെ എന്ന് പറയുന്ന ഗ്രന്ഥം ഏതാണ്? ഏതോപനിഷത്ത്. എ ഈശോപനിഷത്ത്, ബി ശ്വേതോശ്വരോപനിഷത്ത്, സി മാർക്കണ്ഡേയ പുരാണം, ഡി ശ്രീമദ് ഭാഗവതം. 20ാമത്തെ ഉത്തരം ബി ആണ്. ശ്വേതോശ്വരോപനിഷത്താണ്. ശ്വേതാശ്വരോപനിഷത്ത്. ഇനി അടുത്ത് 21 പഞ്ചപ്രാണൻ ഏതെല്ലാം? ഏതൊക്കെയാണ്? അപാനൻ, ഉദാനൻ, ഒന്നുകൂടെ ഞാൻ പറയാം. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. ഇതാണ് 5 പ്രാണങ്ങൾ. പ്രാണൻ. ഇതുവരെയാണ് ഈ യോഗികളൊക്കെ ഈ പ്രാണനിലാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെ? ഈ 5 വായുക്കളിൽ, പഞ്ചപ്രാണനില്. 22 വിശുദ്ധമായ ജീവാത്മാവിനെ ആവരണം ചെയ്ത് ചലിക്കുന്ന ഈ വായു പഞ്ചകത്തെ വ്യത്യസ്തങ്ങളായ ആസനമുറകൾ നിയന്ത്രിക്കലാണ് ഈ യോഗത്തിന്റെ ലക്ഷണം. എ അഷ്ടാംഗയോഗം, ബി ഹഠയോഗം, സി വിന്യാസ യോഗ, ഡി കുണ്ടലിനി യോഗ. ബി ഹഠയോഗ. ഇനി അടുത്തത് 23 അണുമാത്രനായ ആത്മാവ് എല്ലാ ജീവികളുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നതെന്ന് ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത്? എ മുണ്ടകോപനിഷത്ത്, ബി കഠോപനിഷത്ത്, സി ഈശോപനിഷത്ത്, ഡി നാരദീയ ഉപനിഷത്ത്. എ മുണ്ടകോപനിഷത്ത്. മുണ്ടകോപനിഷത്തിലാണ് പറയുന്നത്. എല്ലാവരുടെയും ഹൃദയത്തിലാണ് വസിക്കുന്നത്. അടുത്ത 24 ആത്മാവിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? അവബോധം. നേരത്തെ ഇതിന് സമാനമായ ചോദ്യമാണ്. അവബോധം. ഞാൻ ബോധം എന്ന് മാത്രം എഴുതി പ്രഭു. എന്നാലും ഇട്ടോളൂ. ഞാൻ 3 എഴുതി. അവബോധം അല്ലെങ്കിൽ ചേതന അല്ലെങ്കിൽ പ്രജ്ഞ. കുഴപ്പമില്ല, എന്തായാലും ശരിയാണ്. അടുത്ത 25 ഓരോ ജീവാത്മാവിന്റെ അവബോധം എന്ത് വിധേയമാണ്? 25 ഓരോ ജീവാത്മാവിന്റെയും അവബോധം എന്തിനു വിധേയമാണ്? മറവിക്ക്. അതായത് മറവിക്ക് വിധേയമാണ് ഓരോ ജീവാത്മാവിന്റെ അവബോധം. നമ്മൾ ആ മറവിയാണല്ലോ നമുക്ക് ശരിക്കും നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ജനിക്കാനായിട്ട് കാരണം അല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് ഈ വീണ്ടും വീണ്ടും ജനിക്കാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. ആ മറവിയാണ്. ആ മറവിക്ക് വിധേയമാണ് അവബോധം. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു, നമ്മൾ എത്ര ജന്മങ്ങൾ എടുത്തു, നമ്മൾ ആരോട് വാക്ക് പറഞ്ഞു, ആ വാക്ക് അമ്മയുടെ ഗർഭത്തിൽ വെച്ചിട്ട് പറഞ്ഞ വാക്ക് മറന്നു പോകുന്നു. അതായത് വന്ന വഴി മറന്നു. അത് അല്ല മാതാജി. 26 ആത്മാവ് എങ്ങനെയാണ് ഉദ്ബുദ്ധനാകുന്നത്? ആത്മാവ് ഉദ്ബുദ്ധനാകുന്നത് ജീവാത്മാവ് തന്റെ മൂലരൂപം മറക്കുമ്പോൾ കൃഷ്ണൻ നൽകുന്ന സമുത്കൃഷ്ട പാഠങ്ങളിലൂടെ ആത്മാവ് ഉദ്ബുദ്ധനാകുന്നു. അതേ ജീവാത്മാവ് തന്റെ മൂലരൂപം മറക്കുമ്പോൾ, മൂലരൂപം എന്താണ്? ഞാൻ ഭഗവാന്റെ അംശനാണ് എന്നുള്ള അത് മറക്കുമ്പോൾ കൃഷ്ണൻ നൽകുന്ന സമുത്കൃഷ്ട പാഠങ്ങളിലൂടെ ആത്മാവ് ഉദ്ബുദ്ധനാകുന്നു. സമുത്കൃഷ്ട പാഠം എന്താണ്? ഭഗവത്ഗീത. ഭഗവത്ഗീതയിലൂടെ ആത്മാവ് ഉദ്ബുദ്ധനാകുന്നു അല്ലെങ്കിൽ ഉയർത്തപ്പെടുന്നു.
ജീവാത്മാവ് തന്റെ മൂലരൂപം മറക്കുമ്പോൾ കൃഷ്ണൻ നൽകുന്ന സമുത്കൃഷ്ട പാഠങ്ങളിലൂടെ ആത്മാവ് ഉദ്ബുദ്ധനാകും. അടുത്തത് 28. 28ആണോ? 27. ആത്മാക്കൾ രണ്ടു വിധം, അവ ഏതെല്ലാം, അതിൽ മഹത്തായത് ഏത്, ഏത് ഗ്രന്ഥത്തിലാണ് ഇത് പറയുന്നത്? അണുവിഭു. എന്താ? അണു വിഭു. അത് പറയുന്നത് അതിലേതോ ഏറ്റവും ശ്രേഷ്ഠമായ എന്താണ്? വിഭു ആണ്. അത് പറയുന്ന ഗ്രന്ഥം കഠോപനിഷത്ത്. ആത്മാവ് രണ്ടാണ്. അണു ആത്മാവുണ്ട്, വിഭു ആത്മാവുണ്ട്. അപ്പൊ അതിലെ ശ്രേഷ്ഠമായത് വിഭു ആണ്, അത് ഭഗവാനാണ്. അത് പറയുന്ന ഗ്രന്ഥം കഠോപനിഷത്താണ്. 28. എങ്ങനെയുള്ള ആൾക്കാണ് ആരെയെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ കഴിയാത്തത് എന്ന് ഭഗവത്ഗീത പറയുന്നത്? 28. തന്നെ പോലെ തന്നെ മറ്റുള്ളവരും. ആത്മാവിന് നാശമില്ലാത്തതും അജനും പരിണാമമില്ലാത്തവനുമാണെന്ന് അറിയുന്ന ആൾക്ക്. ഒരാൾക്ക് ആരെയോ കൊല്ലാനോ കൊല്ലിക്കാനോ സാധ്യമല്ല. ആത്മാവ് നാശമില്ലാത്തതാണെന്നും അജനും പരിണാമമില്ലാത്തവനാണെന്നും അറിയുന്ന ഒരാൾക്ക് ഒരാളെ കൊല്ലിക്കാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ സാധ്യമല്ല. 29. മനുസംഹിത അനുസരിച്ച് ഒരു ഘാതകനെ മരണശിക്ഷയ്ക്ക് വിധിക്കാനുള്ള കാര്യം പിന്താങ്ങുന്നു. എന്തുകൊണ്ട്? അയാളുടെ പാപത്തിന് കൊടുക്കുന്നു. അയാൾ ചെയ്ത കൊടും പാപത്തിന്റെ ഫലം അടുത്ത ജന്മത്തിൽ അനുഭവിക്കാതിരിക്കാൻ. ഈ അല്ലെങ്കിൽ ജന്മത്തിൽ വീണ്ടും തന്നെ ജനിക്കേണ്ടി വരും. അടുത്ത ജന്മം ഇതിന് വീണ്ടും ജനിച്ചിട്ട് ഇതിന് മറ്റേ ആള് ഇതിന് പകരം വീട്ടാനായിട്ട് ജനിക്കേണ്ടി വരും. രണ്ടുപേരും ജനിക്കേണ്ടി വരും അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ കോടതി വഴി ജഡ്ജിമാരെ വിധിച്ചിട്ട് ആ വിധി അങ്ങ് അംഗീകരിക്കുക. അപ്പൊ പിന്നെ അടുത്ത ജന്മം ഇത് അനുഭവിക്കാണ്ട് വീണ്ടും അങ്ങനത്തെ ഒരു ജന്മം ഉണ്ടാകേണ്ട ആവശ്യമില്ല. അടുത്തത് 30-ാമത്തെ ചോദ്യം. എങ്ങനെയുള്ള യുദ്ധത്തിന് പാപഫലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല? കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് പരിപൂർണ ജ്ഞാനത്തോടെ ചെയ്യുന്ന യുദ്ധത്തിന്. അങ്ങനെ ധർമ്മയുദ്ധത്തിനെന്ന് അങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭഗവാൻ കൂടെയുള്ള ധർമ്മയുദ്ധം ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നാൽ കുഴപ്പമില്ല. നമ്മൾ ഭഗവാനെ ചേർത്ത് പറയുവാണെങ്കിൽ അത് ശരിയാണ്. കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് പരിപൂർണ ജ്ഞാനത്തോടു കൂടി, അറിവോടുകൂടി, ആത്മാവിന്റെ ജ്ഞാനം അല്ലെ, ആത്മാവിനെ കൊല്ലാനോ പുറപ്പെടുത്താനോ ഒന്നും സാധിക്കത്തില്ല എന്നുള്ള ആ ആത്മജ്ഞാനത്തോടു കൂടി ചെയ്യുന്ന ധർമ്മയുദ്ധത്തിന് പാപഫലങ്ങൾ ഉണ്ടാവില്ല. ഒന്നാമത് ഒരു ധർമ്മത്തെ മുൻനിർത്തി വേണം. പിന്നെ അത് ഭഗവാന്റെ നിർദ്ദേശത്തോടു കൂടി ആയിരിക്കണം. പിന്നെ എന്താണ്? പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ, ജ്ഞാനത്തോടു കൂടി. ആ അറിവാണ് ഭഗവാൻ ഭഗവത്ഗീത വഴി അർജുനന് കൊടുത്തത്. അപ്പം 30 എണ്ണവും ഇതിന് ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് എഴുതി വെക്കുക അവരുടെ മാർക്കുകൾ എത്രയൊക്കെ ഉണ്ടെന്ന്. എന്നിട്ട് നമുക്ക് ഓരോരുത്തരായിട്ട് വിളിക്കാം. കാര്യം എനിക്കറിയാം എല്ലാവർക്കും ഒക്കെ കുറച്ച് ടഫായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് തോന്നുന്നു. ഇറങ്ങിപ്പോണ്ട് പ്രഭു പക്ഷേ ഈ ഓപ്ഷനിനകത്തത് വെച്ച് അധികമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പ്രഭു ഇപ്പൊ ഓപ്ഷനിനകത്ത് വെച്ച് അധികമാണ് പ്രഭു. ഓപ്ഷൻ എടുത്തു കളഞ്ഞോ? ആ അതെനിക്ക് കഴിഞ്ഞ മനസ്സിലായി. പ്രാവശ്യം പ്രഭു കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നോ? ഓ, കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും എളുപ്പമായിരുന്നു. ഇപ്പൊ ഈ ഭയങ്കര പ്രാവശ്യം ടഫ്. കുറച്ച് ടഫായിരുന്നോ? ഈ പ്രാവശ്യത്തെ എളുപ്പം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എളുപ്പമാ, പക്ഷെ ഒരെണ്ണേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നമുക്ക് നോക്കാം ഓരോരുത്തരുടെയും എത്ര മാർക്ക് എളുപ്പമാണെന്ന് കിട്ടിയിട്ടുണ്ട് നോക്കാം. തോന്നി, പക്ഷെ ഒരെണ്ണേ കൂടുതലുള്ളൂ. നമുക്ക് ഓരോരുത്തരെയും വിളിക്കാം. എത്ര മാർക്ക് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് എന്റെ സ്ക്രീനിൽ ഇരിക്കുന്ന ആള് ഏറ്റവും തിടുക്കമുള്ള ആളാണ്. ജ്ഞാനാംബിക മാതാജി. ഹരിബോൽ ജ്ഞാനാംബിക മാതാജി പറയൂ. 19 മാർക്ക്. 19. ഹരിബോൽ ജ്ഞാനാംബിക മാതാജി. തിടുക്കമൊന്നുമില്ല പ്രഭു, സന്തോഷം കൊണ്ട് അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. യുടെ കാര്യം ഞാൻ ആ അതിചന്ദ്ര പ്രഭുവിന്റെ ക്ലാസ്സിൽ ഇരുന്നപ്പോ എനിക്ക് പണ്ട് ഞാൻ സ്കൂളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് എനിക്ക് ഓർമ്മ. അല്ല ഇപ്പൊ ഈ പിന്നെ
ഓൺലൈനുള്ളവരും മറ്റവരും പറയണമെന്നറിയാം എല്ലാം ഒരുപോലെ നമ്മൾ പറയാം അങ്ങനെ പറയാം ചോദിക്കും അങ്ങനെ ഓൺലൈനിലുള്ളവർ പറയണ്ടെന്ന് പറഞ്ഞാൽ പിന്നെന്തുവാ ഇല്ല അവസാനം അത് പ്രഭു പറയുന്നത് അല്ലെ വിളിക്കാമെന്നാ ആദ്യം പറഞ്ഞേ. പറയാം നമ്മളപ്പോ എന്താണ് നമ്മള് എന്താ വിവേകിയായിട്ടുള്ള ആൾക്കാരെ നമ്മള് പ്രഭു അല്ല പ്രഭു ഞാനും ഒന്ന് പറയാൻ വന്നു വേറെ ഒരു മാതാജിയും പറയാൻ വന്നു അവര് പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് ഞാനും അവര് ഒരുപോലെ പറഞ്ഞപ്പോ ഞാൻ എങ്ങനെ അറിയുന്ന അവര് പറയാൻ വന്നു അപ്പൊ പിന്നെ പ്രഭു അങ്ങനെ പ്രഭുവിന് സ്പീഡാ പറയും സാറില്ല ഓക്കെ. അതായത് മാതാജിക്ക് എല്ലാം അതെ അറിയാമെന്നുള്ളൊരു ധാരണ പ്രഭുവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അറിയാൻ വയ്യാത്ത ആൾക്കാരെ, പുതിയതായിട്ടുള്ള ആൾക്കാരില്ല, അവരെ കൊണ്ട് പറയിപ്പിക്കാനാണ് പ്രഭു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അല്ല, മനസ്സിലായില്ലേ? പ്രഭു എല്ലാം മാതാജി ഉത്തരം എല്ലാം ചാടി കഴിഞ്ഞേ പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കും അവർക്കുള്ള അവസരം നഷ്ടപ്പെടുകയല്ലേ. അതാണ് പ്രഭു അങ്ങനെ പറഞ്ഞത്. അത് കുഴപ്പമില്ല പ്രഭു എന്നെ എപ്പോഴും എല്ലാത്തിനും വിളിക്കും പോകും എന്തായാലും കൂടുതലും ഞാൻ അറിയാം ആദ്യമായിട്ടാണ് പ്രഭുവിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. വളരെ നന്നായിരുന്നു. ഞാൻ എനിക്ക് ക്ലാസ്സിലും പോകും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവര് ഫാമിലി ആയിട്ട് എല്ലാം എന്നെ അറിയാം അമ്മയ്ക്കും അറിയാം അവർക്ക് എല്ലാവർക്കും അറിയാം പ്രഭുവിനും അറിയാം എവിടെ വന്നാലും എന്നെ വിളിക്കും മണ്ണാർച്ചാൽ എവിടെ വന്നാലും അതല്ല, ഉം. എനിക്ക് എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ പുള്ളിയുടെ ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും പേര് നല്ല കേട്ടിട്ടുണ്ടെങ്കിലും ക്ലാസ്സാ നല്ല കാണുന്നതും ക്ലാസ്സാണ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഞാനത് ക്ലാസ് കേട്ട്. നല്ല ക്ലാസ്സാ ആ, നല്ല നോളേജ് ഉണ്ട് അദ്ദേഹത്തിന്. ആൾക്കാരെ ഒരു പിന്നെ സദസ്സിനെ, അത് പുതിയതായിട്ട് വരുന്ന സദസ്സിനെ ആൾക്കാരുടെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവുണ്ട് അദ്ദേഹത്തിന്. ഭയങ്കര ഇതാ അത് നന്നായിട്ടുണ്ട്. രതി ദേവി മാതാജിയാണ് രണ്ടാമത് എൻ്റെ സ്ക്രീനിൽ ഇരിക്കുന്നത്. രതി ദേവി മാതാജി. 26. 26. ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഫസ്റ്റ് തന്നെ ഗീതാ മാതാജി. എഴുതിയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞു മുഴുവൻ അറ്റൻഡ് ചെയ്തില്ല. ആ, മുഴുവൻ മാതാജി ആൻസർ അറ്റൻഡ് എഴുതാൻ ചെയ്തില്ലല്ലേ? പറ്റിയില്ല എനിക്ക്. 15 ഒക്കെ ആയപ്പോഴത്തേക്ക് കുഞ്ഞു വഴക്കുണ്ടാക്കി 15 കുഞ്ഞ് ആയപ്പോഴത്തേക്ക്. വഴക്കുണ്ടാക്കിയില്ല, സാരമില്ല. ഇന്ന് ബാക്കി മാർക്ക് കുഞ്ഞിന് കൊടുക്കാം. ഹരേ കൃഷ്ണ. കേൾക്കാനായിട്ടിരിക്കുവോ ഇപ്പം? അങ്ങനെ കേൾക്കട്ടെ, ഇപ്പോഴേ കേട്ട് അത് പഠിക്കട്ടെ. ചോദ്യോത്തരങ്ങളൊക്കെ കുട്ടികളെ ഈ ഒരു സമയത്താണ് നമ്മൾ ശരിക്കും അവരെ ഇതുമായിട്ട് ഭഗവാന്റെ കാര്യങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യിക്കുന്നത്. അത് ഏത് സർവീസ് ആണെങ്കിലും. ഹരേ കൃഷ്ണ. ഷിബി മാതാജി. കൃഷ്ണ പ്രഭു ചെയ്തു 18 കഴിഞ്ഞ പ്രാവശ്യത്തിനെ കാട്ടി മെച്ചപ്പെട്ടല്ലേ? ഹരേ കൃഷ്ണ. ഹരി ബോൽ. Yes. താങ്ക് യു മാതാജി. ഹരേ സുജന കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. 17 17. 17 എത്രയാ? 17 17. വിളിച്ച ഹരേ കൃഷ്ണ. അടുത്തത് കൃഷ്ണകുമാരി മാതാജി. 10 മാർക്ക് പ്രഭു എനിക്ക് ഓപ്ഷൻ ഉള്ളതേ ശരിയുള്ളൂ മറ്റേ ഒന്നും ഓർമ്മ വരുന്നില്ല പ്രഭു 10 10. ഹരേ കൃഷ്ണ. കഴിഞ്ഞ പ്രാവശ്യം 14 ഉണ്ടായിരുന്നു ഇപ്രാവശ്യം 10 ഉള്ളൂ അതെല്ലേ, എനിക്കും തോന്നി ഇത് ഇനി കുറച്ച് ഞാൻ ടഫായോന്ന്. എഴുതത്തില്ല എനിക്കും എന്തോ ശകലം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി, എല്ലാവർക്കും ബുദ്ധിമുട്ടാകുമെന്ന്. മല്ലിക മാതാജി. എനിക്ക് മുഴുവൻ അറ്റൻഡിലാണ് കഴിഞ്ഞില്ല പ്രഭു. ആകെ ഞാൻ 22 ഞാൻ കേട്ടുള്ളൂ 12. ഹരേ കൃഷ്ണ. 12 മാർക്ക് അല്ലേ? ഹരേ കൃഷ്ണ. അടുത്തത് രാധാ മല്ലം മാതാജി. പോയിരുന്നില്ല. ഞാനൊന്നും വായിച്ചില്ല. 18. 18. അതായത് ഹരേ കൃഷ്ണ. ഇത്രയും നാള് ക്ലാസ്സിൽ പോലും കയറാതിരുന്ന മാതാജിക്ക് 18 കിട്ടി. മാതാജി ഒരുപാട് താങ്ക്സ്. വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം ഇത് കറക്കി കുത്താൻ പോലും പറ്റില്ലല്ലോ, ഓപ്ഷൻസ് ഇല്ലായിരുന്നല്ലോ. അപ്പൊ മാതാജി ഇത്രയും ശരിയാക്കിയെങ്കിൽ അത് വളരെ വലിയൊരു നേട്ടമാണ്. അടുത്തത് പോട്ടെ പോണം അടുക്കളയിൽ 2 പ്രാവശ്യം വിളിച്ചു. അതെല്ലേ? ഹരേ കൃഷ്ണ. രാധിക മാതാജി. 21. 21. ഹരി ബോൾ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കഴിഞ്ഞ പ്രാവശ്യം 18 ആയിരുന്നു. അപ്പം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലേ? ഹരേ കൃഷ്ണ. പൊന്നമ്മ മാതാജി. 13 ഉള്ളു പ്രഭുജി. 13. 13. ഹരേ കൃഷ്ണ. ഓക്കെ. അടുത്തത് മാധവി ഓപ്ഷനില്ലാത്ത രാധ പ്രഭുജി. മാതാജി. മാധവി രാധ മാതാജി ഉണ്ടോ? 14. 14. ഹരേ കൃഷ്ണ. അപ്പൊ വായിക്കാനൊക്കെ സമയം കിട്ടിയോ ഇപ്രാവശ്യം? സമയമൊന്നും കിട്ടി. എന്റെ ഇടയ്ക്ക് ഗുരുവായൂർ പോയിട്ടൊക്കെ ഒന്നുമില്ലായിരുന്നു. ഞാൻ അപ്പോഴാണ് ഇവ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. പുസ്തകത്തിൽ പോലും നോക്കി എഴുതാൻ ഹരേ പറ്റിയില്ല കൃഷ്ണ. എനിക്ക്. അടുത്തത് പത്മ മാതാജി. ഹരേ കൃഷ്ണ 19. 19. ഹരേ കൃഷ്ണ. ഗോപകുമാർ പ്രഭു എഴുതിയായിരുന്നോ? എഴുതിയില്ല പ്രഭു, എഴുതിയില്ല. എഴുതിയില്ലല്ലേ? സാരമില്ല.
അപ്പൊ ഞാൻ ഇതിനകത്ത് വിജയിയെ പ്രഖ്യാപിക്കാൻ പോവാണ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി. 26 ഗുരുദേവ് മാർക്കോട് കൂടി 30-ൽ 26 മാർക്കോട് കൂടി രതിദേവി ഇനി മാതാജി ആൾക്കാരുണ്ടല്ലോ ഒന്നാം പ്രഭു. സതി മാതാജി ഇല്ലേ? സതി മാതാജി കാണുന്നില്ലല്ലോ. പോയോ? ശ്രീരഞ്ജിനി മാതാജി. മാതാജി അവരും പോയി. അരമണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞായിരുന്നു, തുടങ്ങി കഴിയും. അവരൊക്കെ അപ്രത്യക്ഷരായി. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉള്ളവരെ വിളിക്കാം. അപ്പം ഒന്നാം സ്ഥാനത്തോടുകൂടി രതിദേവി മാതാജി, 30-ൽ 26 മാർക്ക്. എല്ലാവരും ഒന്ന് കൈയടിച്ച് മാതാജിയെ പ്രോത്സാഹിപ്പിക്കുക. ഹരേ കൃഷ്ണ. അതുപോലെ രണ്ടാം സ്ഥാനം രാധിക മാതാജി, 21 മാർക്കോടുകൂടി. മൂന്നാം സ്ഥാനം 2 പേർക്ക് 19 മാർക്കോടുകൂടി, ജ്ഞാനാംബിക മാതാജിക്കും പത്മ മാതാജിക്കും. അപ്പം ഇനി അടുത്തത് ശിബി മാതാജിക്ക് 4-ാം സ്ഥാനം 18 മാർക്ക്. 4-ാം സ്ഥാനം 2 പേർക്കുണ്ട്, ശിബി മാതാജിക്കും രാധ മാതാജി 18 മാർക്കുണ്ട്. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ കൃപ ഉണ്ടാകട്ടെ. അപ്പം മനസ്സിലായല്ലോ നമുക്ക് എവിടെയാണ് വീക്ക് പോയിന്റ്. നമ്മൾ എന്തുമാത്രമൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിൽ ഇരിക്കുവോ. അപ്പം എന്തുമാത്രം മറവിയാണ്. അപ്പൊ ആ അവബോധത്തിനുണ്ടാകുന്ന ഒരു പ്രശ്നം മറവിയാണെന്ന് നമ്മൾ കണ്ടല്ലോ ഒരു ചോദ്യോത്തരത്തിൽ അല്ലേ. അപ്പൊ ഈ മറവി നമ്മളെ എങ്ങനെ ബാധിക്കുന്നു? പ്രഭു എല്ലാം നല്ലോണം ഒരു 5-8-10 പ്രാവശ്യം വായിച്ചു എഴുതി വെച്ചു, വായിച്ചു, എല്ലാം ഒന്നെല്ലാം മുഴുവൻ കിട്ടിയില്ല. അപ്പൊ ആ വായിച്ചപ്പോ തന്നെ എടുത്ത ആ ഒരു എഫർട്ട് ഇല്ലേ, അതാണ് ഭഗവാൻ കാണുന്നത്. ഈ ഒരു മാർക്കിന്റെ ബേസിസിലല്ല മാതാജി. അപ്പൊ മാതാജി അതിന് പരിശ്രമിച്ചില്ല അത്രയും സമയം മെനക്കെട്ട്. അത് തന്നെ വലിയ ഇപ്രാവശ്യം മാർക്കാണ്. രതിദേവി മാതാജി പറഞ്ഞ പോലെ ചെയ്തു. ഒക്കെ എഴുതി 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 നോക്കി, എന്നിട്ടും മറന്നു. ഓ മറന്നുപോയി. അതെ ആ അല്ലേ. ബുക്കിൽ പഠിച്ചത് എനിക്ക് ഓർമ്മ വന്നില്ല. 22 ഞാൻ കിട്ടിയത് 12 ശരിയായിട്ടില്ല. അതെ അല്ലേ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്ക് നമ്മളുടെ എന്താണ് പോരായ്മ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, എവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ പറ്റിയതെന്ന്. ഇനിയിപ്പം അടുത്ത ആഴ്ച നമുക്ക് മിക്കവാറും ഇതാണ് നമ്മളുടെ ഗൗരപൂർണിമയാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ദിവസം, ഗൗരചന്ദ്രൻ അവതരിച്ച ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചിലപ്പം സത്സംഗം ചിലപ്പോൾ സമയം മാറ്റാനായിട്ട് സാധ്യത ഉണ്ടാകും. കാര്യം എനിക്ക് ഇവിടെ ഒരു വലിയ പ്രോഗ്രാമും ഉണ്ട്. അന്നത്തെ ദിവസം ഉപവാസമായിരിക്കും. രാവിലെ തൊട്ട് പൂർണ്ണ ചന്ദ്രനെ കാണുന്ന സമയം വരെ ഉപവാസമായിരിക്കും. അതിനുശേഷം ഏകാദശി പ്രസാദമായിരിക്കും. അപ്പോൾ ആരൊക്കെ ഉപവാസം എടുക്കുന്നുണ്ടോ അവരൊക്കെ ചെയ്യുക. പിന്നെ അന്ന് ഏറ്റവും കൂടുതൽ ഹരിനാമം റൗണ്ട്സ് ജപിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം നമുക്ക് കൃഷ്ണ ഭക്തി അല്ലെങ്കിൽ കൃഷ്ണ പ്രേമം ഇങ്ങനെ വാരി ഒഴുകി തന്നതും ഹരിനാമം തന്നതും ഒക്കെ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണാബോധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാവരും ആ ദിവസം ഉപവാസം എടുക്കുക. പൂർണ്ണമായിട്ട് ഭഗവാന്റെ കൂടെ വസിക്കുക, നാമം ജപിക്കുക, ശിക്ഷാഷ്ടകം, ചൈതന്യ ചരിതാമൃതം, ചൈതന്യ ഭാഗവതമൊക്കെ ഉള്ളവര് അതിലേക്ക് ശ്ലോകങ്ങൾ വായിക്കുക. പിന്നെ സജി സുധാഷ്ടകം ഉണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചുകൊണ്ട് വരാൻ പറ്റുന്നവരൊക്കെ പഠിച്ചുകൊണ്ട് ഒരു ശജി സുധാഷ്ടകവും അതുപോലെയുള്ള കുറെ ഉണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി. സച്ചി സുധാഷ്ടകം ചൊല്ലാൻ ഞാൻ അതല്ലേ. അപ്പൊ അതൊക്കെ പഠിച്ചുകൊണ്ട് വരിക. ചിലപ്പോഴാണ് ഞാൻ ഗുരുപ്രഭു വരുവാണെന്നുണ്ടെങ്കിൽ ഈ ദ്വാരകാധാമിൽ ഇപ്പം ഈ ഗോപകുമാർ പ്രഭുവിന്റെ ഒക്കെ സത്സംഗവും നമ്മളുടേതും ഞാൻ ഉച്ചയ്ക്ക് എടുക്കുന്ന വേറൊരു സത്സംഗം ഉണ്ട് ഇവിടുത്തെ ഖത്തറിലെ. അപ്പൊ അതെല്ലാം കൂടി ഒരുമിച്ച് ക്ലബ് ചെയ്യാനായിട്ടാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഗുരുപ്രഭു വരുവാണെന്നുണ്ടെങ്കിൽ. അപ്പൊ സമയം ചിലപ്പം ഗുരുപ്രഭുവിന്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചിലപ്പം രാവിലത്തെ സെക്ഷൻ ആയിരിക്കും. രാവിലത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ഉച്ച കഴിഞ്ഞ് ഇവിടുത്തെ ഫസ്റ്റ് സെക്ഷൻ 11 മണിയാകുമ്പോൾ തന്നെ നാട്ടിലത്തെ എന്തായാലും ഉച്ച കഴിയുമല്ലോ. അപ്പം എന്തായാലും ഉച്ച കഴിയുന്ന ഏതെങ്കിലും സമയത്താണ് നിങ്ങൾക്ക് ആരും ഇല്ലല്ലോ അല്ലേ, എല്ലാവർക്കും പങ്കെടുക്കാമല്ലോ അല്ലേ. എനിക്ക് സമയം ഒന്ന് മുന്നോട്ട് നീങ്ങുവാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് 2-8-3 പിന്നെ ഓക്കെ പ്രഭു. അതെ നോക്കട്ടെ. എന്നാൽ ഗുരുപ്രഭുവിന്റെ ഇതനുസരിച്ചിട്ട് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് കാര്യം അദ്ദേഹത്തിന്റെ അഷ്ടോത്തരശത ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ അന്ന് വായിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് നമുക്ക് പറ്റുമോ സാധിക്കുമല്ലോ അറിയില്ല. ബാക്കിയുള്ള കീർത്തനങ്ങളും അതുപോലെ തന്നെ ഗുരുപ്രഭു വരുവാണെങ്കിൽ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ പാസ്റ്റ് ടൈംസ് പറയും. കാര്യം അത് യോഗ്യതയുള്ള ആൾക്കാർ തന്നെ പറയണം. നമുക്കൊന്നും അദ്ദേഹത്തിനെ പറ്റി പറയാനായിട്ട് യാതൊരു യോഗ്യതയില്ല. അപ്പൊ അതുകൊണ്ട്
നമ്മൾ അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത്. ഞാനപ്പം എന്തായാലും അനൗൺസ്മെന്റ് തരാം നേരത്തെ പോലെ. പ്രഭുവിനെ ഇന്നൊന്ന് വിളിക്കട്ടെ. ഇന്ന് പ്രഭുവാണ് ഞങ്ങൾക്ക് വൈകുന്നേരം ക്ലാസ് എടുക്കാൻ വരുന്നത്. ഗോപകുമാർ പ്രഭുവിന്റെ ഒക്കെ സത്സംഗത്തിൽ ദ്വാരകാധാം എന്ന് പറയും. അപ്പൊ ദ്വാരകാധാമിൽ സത്സംഗം എടുക്കാണ്ട് പ്രഭുവാണ് വരുന്നത്. ഇവിടുത്തെ സമയം 6:30. അപ്പൊ ആ സമയത്ത് പ്രഭുവിനെ അവിടെ ഞാൻ ചോദിക്കട്ടെ, പ്രഭുവിന്റെ അന്ന് വേറെ ഏതെങ്കിലും കമ്മിറ്റഡ് ആണോ ഇല്ലയോ എന്ന്. അല്ലായെങ്കിൽ ചിലപ്പോ ഒരു പക്ഷെ വേറെ എന്തെങ്കിലും മാർഗം നോക്കട്ടെ. അല്ലെ പഴയ സമയത്ത് തന്നെ ആയിരിക്കും, പതിവ് സമയത്ത് തന്നെ ആയിരിക്കും. എന്തായാലും ഞാൻ വിവരം അറിയിക്കാം. പിന്നെ പ്രഭുജി ആ കീർത്തനങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പറ്റൂ? കയ്യിലുള്ളത് നമ്മുടെ കയ്യിലില്ലല്ലോ എല്ലാം. ആ കീർത്തനങ്ങൾ വൈഷ്ണവ ഗീതങ്ങൾക്കകത്തുണ്ട് മാതാജി. ഞാൻ അത് ഷെയർ ചെയ്യാം ഏതൊക്കെയാണെന്നുള്ളത്. വൈഷ്ണവ ഓക്കെ. ഗീതങ്ങൾക്കകത്തുണ്ട്. അത് ആ ഓൺലൈനിൽ ഞാൻ ഇതുണ്ട്. ഷെയർ ചെയ്ത് സേവ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അതിനകത്ത് ഫുൾ പതിപ്പ് ഓൺലൈനിലുണ്ട്. നമുക്ക് ഈ കിട്ടുന്ന പ്രിന്റഡ് ബുക്കിന്റെ അകത്ത് കുറെ ഭാഗങ്ങൾ ഇല്ലാതിരിക്കും. ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ചിലത് എല്ലാം ഒന്നും ഇല്ല. അപ്പൊ അതിന്റെ ട്യൂൺ പഠിക്കണമെങ്കിൽ നിങ്ങൾ ആ യൂട്യൂബ് ഒന്ന് അടിച്ചു നോക്കിയിട്ട് ട്യൂൺ പഠിക്കുന്നവർക്ക് അത് പഠിക്കാതെ അതിൻ്റെതായ ട്യൂണിൽ, അല്ലെങ്കിൽ ബംഗാളി സോങ്സ് ഒക്കെ എങ്ങനെയാണെന്നറിയോ, നമ്മൾ വെറുതെ വായിച്ചു വിടുകയല്ല, അതിൻ്റെതായ ട്യൂണുണ്ട്. ആ ട്യൂണിൽ വായിച്ചില്ലെങ്കിൽ ഇപ്പം തുളസി ദേവിയുടെ ആണെങ്കിൽ യൂട്യൂബിലുണ്ട് ഫോൺകാര് ചൊല്ലുന്ന ട്യൂണ്. യൂട്യൂബിലുണ്ട്. ഇതിൽ തുളസി ദേവിയുടെ ആണ് നമോ നമ തുളസി കൃഷ്ണ പ്രേയസി നമോ നമ രാധാകൃഷ്ണ സേവാഭാവോ യേ അഭിലാഷി എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ഒരു ട്യൂണിലാണ്. നമുക്ക് ട്യൂണൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ. അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ടല്ലോ, ശ്രീ ഗുരു നമാമി ശരണ പത്മ കേവല ഭഗതി സത്മ ബന്ധുമൂയി സാവധാനമാതേ, അങ്ങനെ പറഞ്ഞ് വേറൊരെണ്ണമുണ്ട്. പിന്നെ വേറെ ഹിബജയോ എന്ന് പറഞ്ഞ ഒരിതുണ്ട്. അതൊക്കെ ബംഗാളി സോങ്സ് ആണ്. അതിൻ്റെതായ ട്യൂണിൽ പാടിയാലേ ഉള്ളൂ അതിന്റെ ആസ്വാദനം കിട്ടത്തുള്ളൂ. അല്ലെ നമുക്കത് പ്രാസം അവിടെ ഇവിടെ ഒക്കത്തില്ല. അപ്പൊ ആ ട്യൂണ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. യൂട്യൂബിൽ കൂടെ കേട്ട് പഠിക്കുകയുള്ളൂ മാർഗമുള്ളൂ. പിന്നെ വേറെ ഏതുണ്ട്, രാധാകൃഷ്ണ പ്രാണമോരാ ജുഗല കിഷോര രാധാകൃഷ്ണ പ്രാണമോരാ ജുഗല കിഷോര ജീവനെ മരണേ ഗതി ആരോ നാഹി മോരാ, അങ്ങനെ പറഞ്ഞ് വേറെണ്ണം ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഏതൊക്കെയാണെന്ന് ഷെയർ ചെയ്യാം. പിന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ പാസ്റ്റ് ടൈംസ് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവർ വേണമെങ്കിൽ ഒരു പാസ്റ്റ് ടൈംസ് ഒക്കെ നോക്കി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കുന്നു. ഇപ്പൊ ഗുരുപ്രഭു ആണെങ്കിൽ ചിലപ്പോൾ സമയം കിട്ടത്തില്ല. ഞാനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊക്കെ ഓരോ അവസരങ്ങൾ തരാം. അദ്ദേഹത്തിന്റെ പാസ്റ്റ് ടൈംസ്, ചെറിയ ലീലകൾ. അദ്ദേഹം ജഗന്നാഥപുരിയിൽ വെച്ചിട്ട് കുറേ ലീലകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ഈ ശ്രീകൃഷ്ണൻ ചെയ്ത പോലെ തന്നെയുള്ള കുസൃതികളൊക്കെ ഉണ്ടായിരുന്നു ബാല്യകാലത്ത്. അത് പിന്നെ അദ്ദേഹത്തിനെ പറ്റി എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ പറയുകയാണെങ്കിൽ തന്നെ വലിയ ശ്രേഷ്ഠമാണ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്, ഏത് വർഷമാണ്, അല്ലെങ്കിൽ ആരുടെ മകനായിട്ടാണ് പിറന്നത്, അദ്ദേഹത്തിന്റെ ഭാര്യമാരായിരുന്നു, എത്രാമത്തെ വയസ്സിൽ സന്യാസം സ്വീകരിച്ചു, ആരായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ സെന്റൻസ് എഴുതിക്കൊണ്ട് വരാൻ ഗൂഗിളിൽ അടിച്ചാൽ എല്ലാം കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇത്, അദ്ദേഹത്തിന്റെ അച്ഛനമ്മ, ഭാര്യമാരാരൊക്കെയായിരുന്നു, അതുപോലെ തന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയായിരുന്നു, പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ശിക്ഷാഗുരു, സന്യാസഗുരു, ഇവരൊക്കെ ദീക്ഷാഗുരു, സന്യാസഗുരു ആരൊക്കെയായിരുന്നു, അദ്ദേഹത്തിന്റെ സഹചാരികൾ ആരൊക്കെയായിരുന്നു, അദ്ദേഹത്തെ പറ്റി പറയുന്ന ഭാഗവത്തിൽ പറയുന്ന ശ്ലോകം ഏതാണ്, പിന്നെ ആ ശ്ലോകം ആർക്കെങ്കിലും അറിയാവോ? ഭാഗവതത്തിലോ അതോ ഇതല്ലോ വിഷ്ണു സഹസ്രനാമത്തിലോ? ഭാഗവതത്തില്, ശ്രീമദ് ഭാഗവതത്തില്. പ്രഭുജി എന്റെ കയ്യിലുണ്ട്. അതാ എന്താ ശ്രീല പ്രഭുമാരുടെ ജീവചരിത്ര ഒറ്റനോട്ടത്തിൽ എന്ന് പറഞ്ഞ ഞാനൊരു പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെയല്ലേ? അല്ല, വിഷ്ണു സഹസ്രനാമത്തിലെ ശ്ലോകമല്ലേ പ്രഭു? സുവർണവർണ്ണ വിഷ്ണു സഹസ്രനാമത്തിലല്ല അത്. വിഷ്ണു സഹസ്രനാമം എനിക്ക് അറിയത്തില്ല. മാതാജി എന്താണ്? സുവർണവർണ്ണോ ഹേമാങ്കോ വരാങ്കസ് ചന്ദനാഗിരി, അതാണോ? സുവർണവർണ്ണോ ഹേമാങ്കോ വരാങ്കസ് ചന്ദനാഗിരി, ബാക്കി എന്താ? ഒരു മിനിറ്റ്. 1918 വിവാഹം, സുവർണവർണ്ണ ഹേമാങ്കോ 1896
സെപ്റ്റംബർ 1 പശ്ചിമ ബംഗാളിൽ ജനിച്ചു അത് എന്നൊക്കെ മാതാജി അത് പറഞ്ഞ ശ്രീലപ്രഭുപാദരാണ്. പൊന്നമ്മ വലിയ മാതാജി അത് വലിയ ശ്രീലപ്രഭുപാദരാണ്. നമ്മളിപ്പോ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയാ പറയുന്നത്. അല്ല, സുവർണവർണ്ണ ഹേമാങ്കോ ആ വരാംഗതി വിരഹ വിഷമ ശൂന്യോ ധൃതാശി രജലസ്ഥല. ചലഞ്ചല. രണ്ടാമത്തെ ലൈൻ ഒന്നുകൂടെ വായിച്ച പൊന്നമ്മ മാതാജി ഒന്ന് ഇത് ഇരുന്ന് മ്യൂട്ട് ചെയ്തിരുന്നേ. എന്താണ്? സുവർണവർണ്ണോ ഹേമാങ്കോ വരാംഗസ് ചന്ദനാംഗതി വീരഹ വിഷമ ശൂന്യോ ധൃതാശി രജലസ്ഥല. ഹൃദാ ശരീര ചലസ്ഥല. ഓക്കെ, എനിക്ക് ഇത് കാണാതെ അറിയാവുന്നതായിരുന്നു, ഇപ്പൊ വിട്ടുപോയി. അപ്പൊ അതിന്റെ ധൃതാശി രജലസ്ഥലാണ് പ്രഭു. അപ്പൊ നമ്മള് ആധികാരികമായിട്ട് പറയുന്ന ശ്ലോകം ശ്രീമദ് ഭാഗവത്തിലാണ്. ഇത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അതിന്റെ അർത്ഥം ഓർമ്മയില്ല എന്താന്ന്. സുവർണവർണ്ണോ ഹേമാങ്കോ എന്ന് പറഞ്ഞാൽ സ്വർണ്ണവർണ്ണം എന്നാണ് അർത്ഥം. വരാംഗസ് ചന്ദനാംഗതി ഹൃദാ ശരീര ചലസ്ഥല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ നോക്കട്ടെ. തോൾവള അതൊക്കെ ഉള്ളത്, ശ്രേഷ്ഠമായ തോൾവളയെല്ലാം അതെ അല്ലെ. അപ്പൊ ആധികാരികമായിട്ട് പറയുന്ന ശ്ലോകം കൃഷ്ണവർണം തുഷാകൃഷ്ണം താങ്കോപാങ്കാസ്ത പാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായർ യജന്തസി സുമേധസ. കൃഷ്ണവർണം തുഷാ അകൃഷ്ണം. എന്താണ് കൃഷ്ണവർണം? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വർണ്ണത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഗോത്രത്തിൽപ്പെട്ടതാണ്. അതായത് ശ്രീകൃഷ്ണൻ തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം. കൃഷ്ണവർണം തുഷാ അകൃഷ്ണം. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അകൃഷ്ണമായിട്ടാണ് ഇരിക്കുന്നത്. അകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ കൃഷ്ണവർണ്ണത്തിലും ചൈതന്യ മഹാപ്രഭു സ്വർണ്ണവർണ്ണത്തിലുമാണ് ഇരിക്കുന്നത്. അകൃഷ്ണമായിട്ടാണ് ഇരിക്കുന്നത്. കൃഷ്ണവർണം തുഷാകൃഷ്ണം സാങ്കോപാങ്കാസ്ത പാർഷദം. അദ്ദേഹം ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുറെ പേരെ കൊണ്ടുവന്നു. ഇദ്ദേഹം അതുപോലെ തന്നെ കുറെ അനുയായികളുമായിട്ടാണ് അവതരിച്ചത്. സാങ്കോപാങ്കാസ്ത പാർഷദം. പാർഷദന്മാരുമായിട്ടാണ്. ആരൊക്കെയായിരുന്നു ആ പാർഷദന്മാര്? 5 പേര്, പഞ്ചതത്വങ്ങൾ അല്ലെ. ആരൊക്കെയാണ്? ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു. നിത്യാനന്ദ പ്രഭു ആരായിരുന്നു? ബലരാമൻ. പിന്നെ അദ്വൈതാചാര്യ സദാശിവൻ. അദ്വൈതാചാര്യ സദാശിവൻ. പിന്നെ ഗദാധര പണ്ഡിറ്റ് ആരാണ്? രാധാറാണി. പിന്നെ മറ്റൊരാരാണ്? ശ്രീവാസ് ഠാക്കൂർ ആരാണ്? നാരദമുനി. അങ്ങനെ ഈ പാർഷദന്മാരുമായിട്ടാണ് അവതരിച്ചത്. യജ്ഞേ സങ്കീർത്തന പ്രായർ യജന്തസി സുമേധസ. അദ്ദേഹത്തിന്റെ ആയുധം എന്തായിരുന്നു? അദ്ദേഹം ഭഗവാൻ ഓരോ അവതാരത്തിലും ആയുധം ഉണ്ടായിരുന്നു. ശ്രീരാമ അവതാരത്തിൽ അമ്പും വില്ലും ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ അവതാരത്തില് സുദർശനം ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഇവിടെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം? നാമസങ്കീർത്തനമായിരുന്നു. നാമസങ്കീർത്തന യജ്ഞമായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം. യജ്ഞേ സങ്കീർത്തന പ്രായർ യജന്തസി സുമേധസ. നല്ല ബുദ്ധിയുള്ള ആൾക്കാർ കലിയുഗത്തില് എന്താണ്? അദ്ദേഹത്തിനെ പിന്തുടരുന്നു. അപ്പൊ നിങ്ങൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും എന്താണ്? നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്. അപ്പൊ മറ്റുള്ള ആൾക്കാർക്ക് ആ ബുദ്ധി ഉണ്ടെങ്കിൽ അവർക്ക് അതിന് തിരിച്ചറിവ് കിട്ടിയിട്ടില്ല. അപ്പൊ സങ്കീർത്തനാണ്, നാമസങ്കീർത്തനമാണ് കലിയുഗത്തിലെ ആ ഒരു ഏറ്റവും വലിയ യജ്ഞം എന്ന് മനസ്സിലാക്കിയ ആൾക്കാരാണ്, നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്. ബാക്കി എത്രയോ ആൾക്കാർ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ 13 പേരേ ഉള്ളൂ അല്ലെ. അപ്പൊ എന്തുകൊണ്ട് ഈ 13 പേർക്ക് മാത്രം എന്ന് വെച്ചാൽ ഇവരെല്ലാരും നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ഒരു പ്രസ്ഥാനത്തിൽ വരാനായിട്ട് സാധിച്ചത്. യജ്ഞേ സങ്കീർത്തന പ്രായർ യജന്തസി സുമേധസ. നല്ല ബുദ്ധിയുള്ള ആൾക്കാർ. അപ്പൊ അതാണ് ആ ഒരു ശ്ലോകമാണ് ആധികാരികമായിട്ട് പറയുന്നത്. മറ്റേത് ഈ മാതാജി പറഞ്ഞ പോലെ തന്നെ ഈ ഗൗരാംഗനെ പറ്റി അല്ലെങ്കിൽ ഗൗരവർണ്ണത്തിലുള്ള സുവർണവർണ്ണോ വരാംഗസ് ചന്ദനാംഗതി എന്ന് പറയുന്ന അത് വിഷമ ശൂന്യോ ഹൃദാശരീര ചലസ്ഥല. അപ്പൊ ഞാൻ അത് നോക്കട്ടെ അതിന്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട്. അപ്പൊ കൃത്യമായിട്ട് ഇത് അർത്ഥം അറിയാതെ എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ആചാര്യന്മാരെല്ലാരും പറയുന്നത് കോട്ട് ചെയ്യുന്ന ഈ ശ്ലോകമാണ്. പിന്നെ ബാക്കിയുള്ള കുറെ പുരാണം. അപ്പൊ നിങ്ങളെല്ലാവരും ചൈതന്യ മഹാപ്രഭുവിന് വേണ്ടിയിട്ട് അടുത്ത ആഴ്ചയിൽ ആർക്കൊക്കെ പറ്റുന്നവർക്കൊക്കെ നിർജ്ജലം എടുക്കാൻ പറ്റാത്തവര് നിർജ്ജലം എടുക്കണമെന്നില്ല, വെള്ളമൊക്കെ കുടിച്ചോളൂ. പിന്നെ അല്ലെങ്കിൽ അതുപോലും പറ്റുന്നില്ലാത്തവർ ഏകാദശി കഴിക്കുന്ന പോലെ എന്തെങ്കിലും കപ്പയോ പഴങ്ങളോ എന്തെങ്കിലും കഴിച്ചോളൂ. അല്ലെ ബുദ്ധിമുട്ടുള്ളവരും മെഡിസിൻ കഴിക്കുന്നവരും തലകറങ്ങി വീഴണ്ട. അങ്ങനെ വൈകുന്നേരം പൂർണ്ണചന്ദ്രനെ കണ്ടതിന് ശേഷം ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഏകാദശി പ്രസാദമാണ്. ഇനി നാട്ടിലുള്ളവർക്ക് അത് പറ്റാത്തവർക്ക് മറ്റു സാധാരണ ഭക്ഷണം ആണെങ്കിലും കഴിച്ച് നമ്മൾ അദ്ദേഹത്തിന്റെ ആ ഒരു നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഔദാര്യ അവതാരം എന്നാണ് പറയുന്നത് അല്ലെ. ഔദാര്യ പുരുഷോത്തമനാണ് അല്ലെങ്കിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു. ശ്രീരാമചന്ദ്രൻ മര്യാദ പുരുഷോത്തമനും ശ്രീകൃഷ്ണൻ ലീലാ പുരുഷോത്തമനും. ഇദ്ദേഹം ഔദാര്യ അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ പുരുഷോത്തമനാണ് അല്ലെ.
എല്ലാവർക്കും കാരുണ്യം ചൊരിഞ്ഞു. നമ്മൾ ഓരോരുത്തരും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ചൈതന്യ മഹാപ്രഭു ഇത് ഹരിനാമെങ്കിലും ജപിച്ച് നിങ്ങൾ എന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മളോടെല്ലാം കരുണ കൊണ്ട്, കാരുണ്യം കൊണ്ടാണല്ലോ. ആരെ കണ്ടു കഴിഞ്ഞാലും കൃഷ്ണ സയൻസ് യാരെ ദേഖോ താരെ കഹ കൃഷ്ണ ഉപദേശം എന്നാണ് അത് പറഞ്ഞത്. ആരെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ അവരോട് കൃഷ്ണന്റെ കാര്യം പറയണമെന്ന് ചൈതന്യ മഹാപ്രഭുവാണ് നമ്മളോട് പറഞ്ഞു തന്നത്. ഓരോ ഡോർ ടു ഡോർ നടന്ന് പ്രഭു ഇപ്പോഴും ഇത് വിശ്വസിക്കാത്തവരുണ്ടല്ലോ പ്രഭു. ഇപ്പോഴും വിശ്വസിക്കാത്തവരുണ്ട് മാതാജി, ഒരുപാട് പേര്. കേരളത്തിലുള്ളവർ ഭൂരിഭാഗം 99% ആൾക്കാർക്കും അറിയില്ല ചൈതന്യ മഹാപ്രഭു ആരാണെന്ന്. കളിയാക്കുന്നവരുണ്ട്. കാര്യം നമ്മളുടെ ചരിത്രകാരന്മാര് അദ്ദേഹത്തെ പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം മോശം കിട്ടി പോവല്ലേ, ഇവിടെ ഈ അന്ധകൂടത്തിൽ ഇങ്ങനെ പെട്ടുകിടക്കുവോ. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയാതെ ഇരിക്കാണ്ട് ചരിത്രകാരന്മാർ വളച്ചൊടിച്ച് മനഃപൂർവ്വം ചരിത്രം തിരുത്തി എഴുതി. നോർത്ത് ഇന്ത്യയിലോ ബാക്കിയുള്ള കേരളം ഒഴിച്ച് ഏത് സംസ്ഥാനത്ത് ചെന്നാലും ചൈതന്യ മഹാപ്രഭുവിനെ അറിയാം. ഏത് വിദേശത്ത് ചെന്നാലും ചൈതന്യന്റെ നാട്ടിൽ നിന്നല്ലേ വന്നതെന്ന് ചോദിക്കും. അപ്പൊ അത്രയ്ക്ക് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. ഗൂഗിളിനറിയാം, ഗൂഗിൾ ഗുരുവിനറിയാം, എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ പാദങ്ങളുണ്ട്. അതുണ്ട്, അപ്പൊ എല്ലാം വർക്കലയുണ്ട്, ഉണ്ട്. വർക്കല പണിയുന്നു, പക്ഷെ വർക്കല ഇപ്പോഴും പണിയുന്നു. കേരളത്തിലുള്ളവർ അംഗീകരിക്കത്തില്ല. അതുപോലെ അറിയത്തില്ല. തന്നെ അല്ല നവദ്വീപിൽ പ്രഭു, അദ്ദേഹത്തിന്റെ ജന്മസ്ഥാനത്ത് വന്ന് ഇതെല്ലാം കഴിഞ്ഞു വന്നിട്ടും ഇത് ഒരാ അദ്ദേഹം ഒരാള് അവതരിച്ചു എന്ന് അതൊരു കെട്ടുകഥയാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഒരാൾ കേട്ടോണ്ടിരിക്കുന്ന പറഞ്ഞു ഈ കഴക്കൂട്ടത്ത് അവിടെ ഒരു ആശ്രമം ഉണ്ട് പോലും ഇതിന്റെ എന്തായാലും റോഡേ കൂടെ ഇവരിങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഭഗവാന്റെ കീർത്തനവും ചൊല്ലി ഇങ്ങനെ ഡാൻസ് പോലെ കളിച്ചോണ്ട് വെള്ളമടിച്ചിട്ടാണ് എന്താണ് പറയുന്നത് മുണ്ട് പോക്കി നല്ല ചൂരൽ വെച്ചങ്ങ് അടിക്കണം അവന്റെയൊക്കെ ഡാൻസ് കേട്ടോണ്ടിരിക്കുന്നു. ഇതിനുള്ള ബോധമേ ഉള്ളൂ മാതാജി, നാട്ടിലുള്ളവർക്ക് അതിനുള്ള ബോധങ്ങളേ ഉള്ളൂ. കേൾക്കും വിഷമം. അപ്പൊ അതൊക്കെ കേൾക്കും വിഷമം എന്നറിയാം ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേ അപ്പൊ നമ്മള് ഹരേകൃഷ്ണ ചെല്ലുമ്പോ എങ്ങനെ പറയും ചിലപ്പോ. അത് സ്വാഭാവികമാണ് മാതാജി. കലിയുഗം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്കറിയാമല്ലോ, മറ്റുള്ള യുഗങ്ങളിൽ തന്നെ എന്താണ് ഹിരണ്യാക്ഷൻ എന്താണ് ഹിരണ്യകശിപൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഹിരണ്യായ നമഃ എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ടല്ലേ എല്ലാരെയും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതിപ്പോ അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഒരു കടയും കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ അതിശയോക്തി എന്ന് വിചാരിക്കേണ്ട. നമ്മള് നല്ല ഭാഗ്യമുള്ളവരാണെന്ന് മാത്രം ചിന്തിക്കുക. നമുക്ക് ഈ തിരിച്ച് കടിക്കുകയില്ലാത്ത ആൾക്കാരോടൊക്കെ ഭഗവാന്റെ ഉപദേശം യാരെ ദേഖോ താരേ കഹ കൃഷ്ണ ഉപദേശ്. തിരിച്ച് നമ്മളെ കടിക്കുകയില്ല, വിഷം ചീറ്റുകയില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരോട് നമ്മൾ ഭഗവാന്റെ കാര്യം പറയുക, നമ്മള് ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവരിക, അവരെയും കൊണ്ട് നാമം ജപിച്ച് നമ്മള് നമ്മളിപ്പോ എല്ലാരും വെള്ളത്തിൽ ഒരുമിച്ച് കിടക്കുകയാണെങ്കിൽ കരയ്ക്കുള്ള ആൾക്കാരെ നമ്മളെ കയറ്റാൻ പറ്റത്തില്ല. വെള്ളത്തിലുള്ള ആൾ പിടിച്ച് നമ്മളെ മുക്ക് വിളിച്ചേയുള്ളൂ. അല്ല പ്രഭു, ഇത് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഈ ശചി ദേവിയുടെയും പിന്നെ രണ്ടുപേരുടെയും പുത്രനായിട്ട് ഭഗവാൻ ജനിക്കുന്നത്. പക്ഷെ അതൊരു പ്രചാരമായിട്ട് വന്നില്ല, അതാണ് പറ്റിയത്. അത് കേരളത്തിൽ മാത്രമേ മാതാജി, വേറെ ഏത് ഉത്തരേന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് ചെന്നാലും എല്ലാവർക്കും അറിയാം. പക്ഷെ കേരളത്തിൽ പ്രത്യേകം എനിക്ക് ഇവിടെ വന്ന് ഞങ്ങളുടെ ഇവിടെ പണിയുന്ന ബംഗാളി ലേബേഴ്സ് ഒക്കെ എന്റെ കഴുത്തിൽ ഇങ്ങനെ ഈ ഖണ്ഡിമാല, ഈ തുളസിമാല കിടക്കുന്ന കണ്ടുകൊണ്ട് അവരെന്നെ ഹരേ കൃഷ്ണ പ്രഭുജി എന്ന് പറഞ്ഞിട്ടാ വന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് ഞാൻ ഡിവോട്ടി ആണെന്ന് മനസ്സിലാക്കിയ ആൾക്കാർ സാറേന്ന് വിളിക്കത്തില്ല എന്നെ, പിന്നെ ഹരേ കൃഷ്ണ പ്രഭുജി എന്നാ വിളിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയവര്. മനസ്സിലായില്ലേ? നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കുറെ സ്ഥലത്ത് അറിയില്ല. നമ്മുടെ ഈ ഖത്തറില് എത്ര ഡിവോട്ടീസ് ഉണ്ടെന്നുള്ളതൊന്ന് ആലോചിച്ച് കഴിഞ്ഞു ഒരു കണക്കിന്. വേറൊരു മതമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്രമാത്രം ആൾക്കാരുണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കി. നാട്ടിൽ അത്രയും പോലും ഇല്ല പ്രഭുജി. ഇല്ല, UAE-യിലൊക്കെ ഭയങ്കരമാണ് ഇതൊക്കെ. UAE-യിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. എല്ലാ സമാജത്തിന്റെ എല്ലാ ഇതിന്റെ ഞാൻ പറയാം, അമൃതാനന്ദയുടെ ആയിക്കോട്ടെ, മറ്റുള്ളവരുടെ ആയിക്കോട്ടെ, രവിശങ്കർജിയുടെ ആയിക്കോട്ടെ, എല്ലാവരുടെയും ആ സനാതനത്തിന് ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടി അവർ മുതിരുന്നേ ഉള്ളൂ. അതിനകത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് നമ്മുടെ നാട്ടിലുള്ളവർക്കാണ് ഈ കുഴപ്പങ്ങൾ കൂടുതലുള്ളത്. അവർ കളിയാക്കിയും കൂടെയാണ്, അതാണ് വേറെ ദിവസം കളിയാക്കുക. നമ്മൾ അതിനെ എന്താണ് വെല്ലുവിളിയായിട്ട് നേരിടാം. അപ്പം അങ്ങനെ എന്താ പറയുക, നമ്മൾ ആ കളിയാക്കുന്നവരുടെ കൂടെ അവരുടെ പക്ഷം നിന്ന് കഴിഞ്ഞാൽ നമ്മളും എന്താണ് മായയിൽ പെട്ടു എന്നല്ലേ എൻ്റെ അർത്ഥം. നമ്മളത് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് പ്രചോദനമായിട്ട് എടുക്കണം. അവർ തരുന്ന ഓരോ ഡോസുകളും നമ്മൾ പ്രചോദനമായിട്ട് എടുക്കണം. കാര്യം നമ്മളെ ശരീരത്തിന്റെ അവസ്ഥയും ഇതിന്റെ എല്ലാം ടെമ്പററി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുവോ? ഇല്ല. നമ്മളും എല്ലാ ദിവസവും കാണുമോ? ഇല്ല. നമ്മളെല്ലാവരും
ഒരു ദിവസം പോകേണ്ടതല്ലേ, ഇതെല്ലാം ടെമ്പററി ആണ്. നമ്മൾ രണ്ടാമത്തെ അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതെല്ലാം ശരീരവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെമ്പററി ആണ്. ശാശ്വതമായിട്ടുള്ള ഭഗവാനും ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളും മാത്രമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ കാര്യം കൊടുക്കണ്ട. അതൊക്കെ ഈ നമ്മൾ പറയുന്നത് ശീതം, ഉഷ്ണം, മഞ്ഞുകാലം, വേനൽക്കാലം ഒക്കെ വരുന്ന പോലെ വന്നും പോയിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ വരും മാതാജി. അതതിന്റെ തുടക്കമാണ്. ഈ പൊടിപടലങ്ങൾ ഇങ്ങനെ പറക്കും. അത് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് വരാതിരിക്കാണ്ട് പറ്റില്ല. കാര്യം നമ്മളുടെ യഥാർത്ഥ മൂലസ്വരൂപമാണ്. ആ മൂലസ്വരൂപത്തിലേക്കാണ് നമ്മൾ പോയി, നമ്മളുടെ സ്വഭാവനത്തിലേക്ക്. ഇസ്കോൺ എന്നാണ് പറയുന്നത്, നമ്മള് ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ്, അല്ലെ, നമ്മുടെ സ്വന്തം ഭവനത്തിലേക്കുള്ള തിരിച്ച് ഉള്ള യാത്രയാണ്. അതാണ് വിഭാവനം ചെയ്യുന്നത്. അവര് നമുക്ക് പ്രോമിസ് തരുന്നത്, അല്ലെ. അവര് പറയുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രഭു നമ്മുടെ എന്തോ സ്വന്തം പറഞ്ഞാലും നമ്മള് ഹരേ കൃഷ്ണ ഇത് ജപിച്ചു കഴിയുമ്പോ മനസ്സിന് സുഖമുണ്ട് എന്തായാലും. അത്രയും മാത്രം നമുക്ക് നോക്കുക. നമ്മൾ നല്ലൊരു മനസ്സിന്റെ ആ ഒരു തണുപ്പുണ്ട്. മാറ്റമാണ് മാതാജി പ്രധാനമായിട്ട്. നമ്മൾ മനസ്സിനെ ഉദ്ധരിക്കുക, അത് തന്നെയാണ് നല്ല പ്രധാനപ്പെട്ട ഇതുണ്ട്, കാര്യം. എല്ലാത്തിനും ഒരു കോൺഫിഡന്റ് ഉണ്ട്. അതെ ഭഗവാൻ നോക്കുന്നൊരു കോൺഫിഡന്റ് ഉണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ്. അതെ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എന്താ പറഞ്ഞ, അടുത്ത ആഴ്ചയിലത്തെ കാര്യം ഞാൻ അറിയിക്കാം, ഗ്രൂപ്പ് വഴി അറിയിക്കാം. അപ്പൊ എല്ലാരും മെസ്സേജ് കണ്ടില്ല എന്നൊന്നും പറയരുത്, ശ്രദ്ധിച്ച്. ഡേറ്റ് എന്നാ പ്രഭു? അടുത്ത വെള്ളിയാഴ്ചയാണ് ഗൗരപൂർണിമ. ആ. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച ക്ലാസിന്റെ സമയം ഞാൻ അറിയിക്കാം നേരത്തെ കൂട്ടി. ഗുരുപ്രഭുവിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം കഴിവതും പേര് ഒന്നുകിൽ ഒരു കീർത്തനം, അല്ലെങ്കിൽ ഭഗവാനെ പറ്റിയുള്ള ഒരു പാസ്റ്റ് ടൈംസ്, അല്ലെങ്കിൽ ഭഗവാന്റെ എന്താ പറയുന്നത് ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങള്, ഭഗവാന്റെ ഏതെങ്കിലും സഹവാസികളെ പറ്റിയോ പുസ്തകത്തിലുണ്ടാക്കില്ലേ? ചെറിയ കാര്യങ്ങള്, പുസ്തകത്തിലുണ്ടാക്കില്ലേ? എന്തെങ്കിലും ഒന്നോ രണ്ടോ ലൈനിൽ മതി. എന്നാലും ഭഗവാനെ പറ്റി ഒരു ചെറിയ കാര്യമെങ്കിലും, ഗൗരചന്ദ്രനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വലിയ ആ, എന്താ പറയുന്നത്, കൃപയായിരിക്കും. ഭഗവാന്റെ കാരുണ്യ അവതാരമാണ്, ഔദാര്യ അവതാരമാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അവർ പ്യൂരിഫയർ ആണല്ലോ, അല്ലെ. ഭഗവാന്റെ അടുത്തേക്ക് നാമം വിടുമ്പോഴുള്ള പ്യൂരിഫയർ ആണ്. നമ്മൾ ചൈതന്യം പഞ്ചതത്വ മഹാമന്ത്രം ജപിച്ചിട്ടല്ലേ എന്ത് വിടുന്നത്, നമ്മൾ ഹരിനാമ ഭഗവാനിലേക്ക് എത്തുന്നത്. കാര്യം അത്ര കൃപയാണ്. നമ്മൾ ഈ ചോദിച്ച നാമാപരാധങ്ങളൊക്കെ അദ്ദേഹം ഈ പഞ്ചതത്വങ്ങൾ എന്താ ഉൾക്കൊണ്ടിട്ട് അത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് വിടുന്നത്. അപ്പൊ അത്ര കൃപയാണ് ഉള്ളത്. അവരെ സാക്ഷി നിർത്തിയിട്ട് അവര് ജാമ്യം നിൽക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അവസരത്തിലെങ്കിലും അവരുടെ ആ ഒരു അവതാര ദിവസമെങ്കിലും നമ്മൾ എന്തെങ്കിലും എല്ലാവരും പറയണം. ഒരു വാക്ക്, ഒരു ലൈൻ, ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം മാത്രം ഓരോരുത്തരും വിചാരിച്ചുകൊണ്ട് വരിക. നമുക്ക് ആ ഒരു അവസരം കിട്ടുമെങ്കിൽ, ഗുരുപ്രഭുവിന്റെ ക്ലാസ് ആണ്, അത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇരിക്കുക. അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിലാണെങ്കിൽ ഞാൻ ഓരോരുത്തരെയും വിളിപ്പിക്കാം. എല്ലാവരും അത്യാവശ്യം കാര്യങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് വരിക. കീർത്തനാണെങ്കിൽ ഞാൻ കീർത്തനങ്ങളൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ സഹസ്രനാമം ആണെങ്കിൽ 108 നാമങ്ങളാണെങ്കിൽ അതും ഷെയർ ചെയ്യാം. പക്ഷെ അതൊരു കുറച്ച് ടഫായിരിക്കും, നല്ല ടഫാണ്. ഞാൻ ഇവിടെ ഖത്തറിൽ ഞങ്ങളിത് ചെയ്യാറുള്ളതാണ്. അപ്പൊ അത് പറ്റുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അത് വായിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അറിയില്ല എങ്ങനെയാന്ന്. ഞാൻ നോക്കട്ടെ, ഒന്നുകൂടെ ഞാൻ നോക്കിയിട്ട് പറയാം. അത്രയൊക്കെ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ എക്സിറ്റ് ആകേണ്ടവർക്ക് എക്സിറ്റ് ചെയ്യാൻ. ക്ലാസ് കഴിഞ്ഞു, കൃത്യസമയമായി. പഞ്ചകൽപതരൂപശ്ച കൃപാസന്ധുഭ്യവച്ച പദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തിക്ക് ഈ ജായ്. ഗുരുവായൂർ പോവാ പ്രഭു 10-ാം തീയതി. 10-ാം തീയതി ഗുരുവായൂർ പോവാണ്, അല്ലേ? ആ